അടുത്ത സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹംസയാണ്. കഴിഞ്ഞ ആഴ്ചേൻ്റെ ബാക്കിയാണ് കേട്ടോ വരുന്നത്. കഴിഞ്ഞ ആഴ്ച മദ് മുത്തസിൽ മുൻഫസിൽ വരെ ഇരുന്ന് എടുത്തിരുന്നത്. ഇപ്രാവശ്യം ഈ ഒരു റിവിഷൻ തുടങ്ങുന്നത് ഇൻഷാല്ല ഹംസ തൊട്ടിട്ടാണ്. നമുക്കറിയാം ഹംസ രണ്ടെണ്ണമായിട്ട് തരം തിരിച്ചിട്ടുണ്ട് അല്ലേ. ഒന്ന് ഹംസത്തുൽ വസ്ൽ എന്നും ഹംസത്തുൽ ഖത്അ എന്നും. ഹംസത്തുൽ വസ്ൽ ആണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഉള്ളത്. ഹംസത്തുൽ ഖത്അ വിഷയമല്ല, നമുക്ക് എളുപ്പമാണ് അത്. ഖത്അ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എഴുത്തിലും പാരായണത്തിലൊക്കെ ഖത്അ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെന്തില്ല, നമുക്കൊരു ഇഷ്യൂ ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒന്ന് ഹംസത്തുൽ വസ്ലാണ്. ഇഹ്ദിന എന്ന് പറഞ്ഞുകൊടുത്ത് കാണുന്ന ആ ഹംസക്കാണ് ഹംസത്തു വസ്ൽ എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ ഒരു അലാമത്ത് കാണാം, സ്വാദിൻ്റെ ഒരു ചെറിയൊരു തല കാണാം. അതാണ് വസ്ൽ എന്നതിൻ്റെ ആ സ്വാദിൻ്റെ ഒരു ഇതാണ് അതിൻ്റെ മുകളിലുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. മറ്റേ താഴെയുള്ളത് വിഷയമില്ല. കാരണം എന്താണ്, ഹംസത്തുൽ ഖത്അ എന്ന് പറയുന്നത് എഴുത്തിലും വായനയിലും ഉണ്ടായതുകൊണ്ട് അതിന് നമ്മൾക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് എഴുത്തിലുണ്ടാവില്ല, വായനയിലുണ്ട്, അങ്ങനെയൊക്കെയുള്ള വിഷയമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഹംസത്തു വസ്ൽ നമ്മൾ പ്രത്യേകം പഠിക്കുന്നത്. ഹംസത്തുൽ വസ്ൽ വ ഖത്അ. ഹംസത്തുൽ വസ്ൽ ഇങ്ങനെയാണ്, ഇഹ്ദിന എന്ന് കാണുന്നു. ഹിയ അല്ലത്തി തുൻതഖു ബദ്അൻ തസ്കുതു ഇൻദൽ വസ്ൽ. നേരത്തെ ആരോ ചോദിച്ചിരുന്നു, ഇതിൻ്റെ ഉത്തരമാണോ വേണ്ടിയിരുന്നത് മലയാളമാണോ വേണ്ടിയിരുന്നത്? മലയാളം സംശയം ചോദിച്ചിരുന്നു ആരോ ഒന്ന്. ഹംസത്തുൽ വസ്ൽ എന്തോ സംശയം ഉണ്ടെന്ന്. ഇതാണോ? മലയാളം കിട്ടിയാൽ നന്നായിരുന്നു സാറേ, മലയാളം കിട്ടിയാൽ നന്നായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എന്നാലും എനിക്ക് മലയാളം കുറച്ചും കൂടി ഗ്രാസ്പ് ചെയ്യാൻ എളുപ്പം. അല്ല, അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്. എല്ലാം മലയാളത്തിൽ പറയുന്നത് കുറെ ബുദ്ധിമുട്ടാണ്. എല്ലാം മലയാളത്തിൽ പറയണ്ട, എല്ലാം മലയാളത്തിൽ വേണ്ട. ആ ഡെറിവേഷൻ ആരോ ഒന്ന് നേരത്തെ ചോദിച്ച്, നിങ്ങളായിരുന്നോ ചോദിച്ചിരുന്നത്? ഞാൻ തന്നെയായിരുന്നു സാറേ. ഓക്കെ, അപ്പൊ ഞാൻ പറയാ, ഹിയ അത് അല്ലത്തി തുൻതഖു. ഹിയ എന്ന് പറഞ്ഞാൽ ഏത്? ഹംസത്തുൽ വസ്ൽ, അതിലേക്കാണ് ഹിയ. ഹിയ എന്ന് പറഞ്ഞാൽ അതാണ് ഹംസത്തുൽ വസ്ൽ. അല്ലത്തി അത് എന്താണ്? തുൻതഖു ബദ്അൻ. തുൻതഖു ബദ്അൻ, നത്ഖ് ശബ്ദം ഉണ്ടാവുന്നതാണ്. തുൻതഖു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരംഭത്തിൽ അതിന് ശബ്ദമുണ്ടാകും. തസ്കുതു ഇൻദൽ വസ്ൽ. തസ്കുതു എന്ന് പറഞ്ഞാൽ കളയപ്പെടും അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകും. ഇൻദൽ വസ്ൽ, വസ്ൽ ചേർത്ത് പാരായണം ചെയ്യുമ്പം കൊഴിഞ്ഞു പോകും. അതിൽ ആരംഭിക്കുകയാണെങ്കിൽ അതിന് ശബ്ദമുണ്ടാവും. അതിൻ്റെ ഒരു ഇതാണ്, ടെക്സ്റ്റാണ് അതുള്ളത്. അപ്പം നമ്മൾ മലയാളീകരിച്ച് പറയുമ്പോഴും അത് രണ്ടും വ്യത്യാസമുണ്ടാവും. മറ്റേത് ഇങ്ങനെ ഇതാക്കുമ്പോൾ ഒരു ഇതാണല്ലോ. ഹിയ അല്ലത്തി അത് എന്താണ്? തുൻതഖു ബദ്അൻ. അതിൽ ആരംഭിക്കുകയാണെങ്കിൽ അതിന് ശബ്ദമുണ്ട്, അതായത് ആ ഈ ഉ ശബ്ദമുണ്ടാകും. അല്ലെങ്കിൽ ആൻഡ് തസ്കുതു ഇൻദൽ വസ്ൽ. തസ്കുത്ത് എന്ന് പറഞ്ഞാൽ രണ്ട്, കളയപ്പെടുക അല്ലെങ്കിൽ പിന്നെ കൊഴിഞ്ഞു പോവുക, ഒക്കെ സുക്കൂത്താവുക, നഷ്ടപ്പെടുക, ശബ്ദം ഇല്ലാണ്ടാവുക. ഇൻദൽ വസ്ൽ, വസ്ൽ ചെയ്യുമ്പോൾ, വസ്ൽ ചെയ്യുന്ന സമയത്ത്, വസ്ൽ ചെയ്യാന്ന് പറഞ്ഞാൽ ചേർക്കുക മീൻസ് ഇഹ്ദിനെ മാലിക് യൗമിദ്ദീനി അല്ല, മാലിക് യൗമിദ്ദീൻ അല്ല, അതിൻ്റെ മുമ്പേ അത് കിട്ടൂല, അങ്ങനെ ഓതിയാൽ കിട്ടൂല. അപ്പോൾ അതിൻ്റെ തൊട്ട മുമ്പുള്ളതിനോട് ചേർത്ത് ഓതുകയാണെങ്കിൽ എന്താണ്, ഇഹ്ദിന എന്നുള്ളത് പോയിട്ട് ആ ഈ പോവും, മറ്റേതാണ് പോലെ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിന. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈനു ഇഹ്ദിന എന്നായിട്ട് മാറും. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈനു ഇഹ്ദിന എന്നായി മാറും. ഇഹ്ദിന എന്ന് തുടങ്ങുന്നതിന് നുഹ്ദിന എന്നായിട്ട് മാറും. കാരണം ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈനു എന്നാണ്. നൂന് ലൊമ്മായിരിക്കും, അങ്ങനെ തന്നെയാണ് തോന്നുന്നത് എനിക്ക്. എൻ്റെ ഒരു മൈൻഡിൽ അങ്ങനെയാണ്. നോക്കണം, എൻ്റെ തെറ്റുണ്ടെങ്കിൽ പറയാം. അതിന് നേരെ ഇതിലേക്ക് വരിക. ഓക്കെ, നുഹ്ദിന എന്നായിട്ട് മാറും. അപ്പോൾ അതാണ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോവാം. പിന്നെ ഹംസത്തുൽ വസ്ലിൻ്റെ രണ്ടാമത്താണ് ഹംസത്തുൽ ഖത്അ എന്ന് പറയുന്നത്, ഇയ്യാക്ക എന്ന് പറഞ്ഞത്. ഹിയ അത് അല്ലത്തി തുൻതഖു വ തുർസമു. തുൻതഖു എന്ന് പറഞ്ഞാൽ ശബ്ദമുണ്ട്, തുർസമു എഴുത്തിലുണ്ട്, അതാണ് അത്. ഹിയ അല്ലത്തി തുൻതഖു. നത്ഖ് എന്ന് പറഞ്ഞാൽ ശബ്ദം, അതിന് ശബ്ദമുണ്ട്. വ തുർസമു എഴുത്ത്, റസ്മ് എഴുത്തിലും ഉണ്ട് എന്നാണ് പറഞ്ഞത്. മിസ്ല ഉദാഹരണം, അഹദ്, ഇബ്രാഹിം, അമറ എന്നതുപോലെ ആ ഇ ഉ അല്ലെങ്കിൽ ആ ഈ ആ എന്ന് കാണുന്നില്ലേ, ആ അത് എഴുത്തിലും കാണാൻ നിങ്ങൾക്ക് പാരായണത്തിൽ അത് ഉണ്ടാവും എന്നാണ് ഉദ്ദേശം. ഓക്കെ, രണ്ടാമത്തേത്. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിട്ട് ഇത് പ്രയാസമില്ല, കാരണം എഴുത്തിലുണ്ട്, അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇത് നിങ്ങൾ നോക്കൂ, ലാ തുക്തബു അബദൻ.
ലാ തുക്തബു അബദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല എന്നാണ്, എഴുതൂല, എഴുതുന്നില്ല. എഴുതുന്നില്ല, ഇതിലില്ല. ഒരിക്കലും എഴുതില്ല. നിങ്ങൾ ലാ തുക്തബു അബദൻ ഒരിക്കലും എഴുതൂല. ആരിനെ? ഹംസത്തു വസ്ലിൻ്റെ ഹംസനെ എഴുതൂല എന്നാണ് ഉദ്ദേശം. ലാ തുക്തബു അബദൻ എന്ന് പറഞ്ഞാൽ എഴുതൂല എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, ഹംസത്തുൽ വസ്ലിലെ ഹംസനെ ഒരിക്കലും എഴുതൂല, അതാണ് മനസ്സിലാക്കേണ്ടത്. തുൻതക്കു ബദഅൻ, അതായത് അതിൽ ആരംഭിക്കുകയാണെങ്കിൽ, തുടക്കത്തിൽ ഹംസത്തുൽ വസ്ൽ വരുന്ന പിന്നെ വാക്കാണെങ്കിൽ അതിന് എന്തുണ്ട്? ശബ്ദമുണ്ട്. തസ്കുത്തു വസ്ലൻ, ചേർക്കുമ്പോൾ കൊഴിഞ്ഞു പോവും. ഇതാണ് അതിൻ്റെ ഒരു പിന്നെ ഹംസത്തുൽ വസ്ലിൻ്റെ ഒരു റൂൾസ് എന്ന് പറയുന്നത്. ലാ തുക്തബു അബദൻ, ഒരിക്കലും എഴുതില്ല, അത് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ ആരംഭത്തിൽ ശബ്ദമുണ്ട്, ചേർത്ത് ഓതുമ്പോൾ ശബ്ദം ഉണ്ടാവില്ല, അതായത് ആ ഈ ഉ ശബ്ദം ഉണ്ടാവില്ല. അതിൽ ആരംഭിക്കുകയാണെങ്കിൽ ഇഹ്ദിന എന്ന് പറഞ്ഞപ്പോൾ ഈ എന്ന ശബ്ദം കേട്ടു. ചേർത്ത് ഓതുന്ന സമയത്ത് നുഹ്ദീനായിട്ട് മാറി, നുഹ്ദീന എന്നായിട്ട് മാറി. അപ്പോൾ ഈ എന്ന ശബ്ദം കളയപ്പെടുന്നുണ്ട്. തസ്കുത്ത് വസ്ലൻ, അവിടെ ചേർത്ത് ഓതിയപ്പോൾ അത് കളയപ്പെടുകയാണ്. ഇങ്ങനെയാണ് ചെയ്തത്. അലാമത്ത് വസ്ലിൻ്റെ ആ ഒരു സ്വാദിൻ്റെതാണ്, അതിൻ്റെ തെഹജിയാണ് ഹംസത്തു വസ്ലിൻ. ഹംസത്തു വസ്ൽ എന്ന് പറഞ്ഞാൽ ഹംസ, ചേർക്കുന്ന ഹംസ. വസ്ൽ എന്ന് പറഞ്ഞാൽ ചേർക്കാൻ ചേർക്കുന്ന എന്നല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്ന, ലിങ്ക് എന്നൊക്കെയാണ് പറയുക. ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലൻ, ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലൻ, ചേർത്ത് ഓതുമ്പോൾ കൊഴിഞ്ഞു പോകും. നബുദ ഉ, അതിൽ നബുദ ഉ ബിഹ, നബുദ ഉ എന്ന് പറഞ്ഞാൽ ബദ, അതിൽ ആരംഭിക്കുകയാണെങ്കിൽ ആ ഈ ഉ ശബ്ദം വരും എന്നാണ് ഉദ്ദേശം. ഓക്കെ. ഹംസത്തുൽ വസ്ല് എന്ന് പറയുന്നത് തസ്കുത്ത് വസ്ലനാണ്, ചേർത്ത് ഓതുമ്പോൾ സുക്കൂത്തായി പോകും, നഷ്ടപ്പെട്ടു പോകും. നബുദ ഉ ബിഹ, അതിൽ ആരംഭിക്കുകയാണെങ്കിൽ അതിന് ആ ഈ ഉ ശബ്ദം ഉണ്ടാവും. അതാണ് അടുത്തൊരു ഇത്. അതിൻ്റെ മറ്റേത് ഇത് തെഹജിയാണ്. നേരത്തെ അതിൻ്റെ നിയമങ്ങളാണ് പറഞ്ഞത്. നിയമം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ എന്താണ് ഹംസത്തുൽ. പിന്നെ ഹംസത്തുൽ വസ്ൽ 4 എണ്ണമായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. അതായത് ഹംസത്തുൽ വസ്ൽ 4 എണ്ണം ഉണ്ട്. ഒന്ന് അശ്റത്തു അസ്മാ എന്നാണ്. അശ്റത്തു അസ്മാ 10 നാമപദങ്ങളുണ്ട്. ആ 10 നാമം നിങ്ങൾ പഠിച്ചു വെക്കുക, അത് തന്നെ, വേറെ വഴികളൊന്നുമില്ല. പിന്നെ അമ്രു സുലാസി ഹംസത്തു ഹു ഹംസത്തുൽ വസ്ൽ, അതായത് കൽപ്പനാക്രിയ 3 എണ്ണം വരുന്നതിൻ്റെ കൽപ്പനാക്രിയയുടെ ഹംസത്തുൽ വസ്ലായിരിക്കും അതിൻ്റെ ഹംസത്തുൽ വസ്ൽ. പിന്നെ ഹംസത്തുൽ ഖുമാസി വസ്സുദാസി 5ഓ 6ഓ വരുന്ന കാര്യങ്ങൾ. പിന്നെ ലാമുത്ത് ആരിഫ്, നമ്മളൊരു വസ്തുവിനെ സ്പെസിഫൈ ചെയ്ത് ഇങ്ങനെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളിലെ പിന്നെ അത് അങ്ങനെ ഒരു നമ്മൾ ഇംഗ്ലീഷിൽ ദ എന്ന് പറയുന്നത് പോലെ അറബി ഭാഷയിൽ ഒരു വസ്തുവിനെ പ്രത്യേകമായിട്ട് പറയുമ്പം അതിന് ഉപയോഗിക്കുന്ന അലിഫ് അൽ എന്നുള്ള ആ ഒരു ലാമു താരീഫ്, അതിലെ ആ എന്തായിരിക്കും? ഹംസത്തുൽ വസ്ലായിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അഷ്റത്തു അസ്മാ ഇത് ഒന്ന് ഇസ്മാണ്, ഒന്ന് ഹർഫാണ്, ഒന്ന് ഫീലിൽ പെട്ടതാണ്. അത് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. നമ്മളതിൻ്റെ ഗ്രാമറിലേക്കൊന്നും പോയിട്ട് ബുദ്ധിമുട്ടാവേണ്ട ആവശ്യമില്ല. അപ്പോൾ അഷ്റത്തു ഹസ്മാ 10 നാമപദങ്ങളാണ്. ഇസ്മ ഇസ്ത്, ഇസ്നാൻ ഇസ്നത്താൻ, ഇബ്നു ഇബ്നത്ത്, ഇമ്രു ഇമ്രാത്ത്, പിന്നെ ഐമുല്ല ഐമുനുള്ള. ഇസ്മ ഇസ്ത് ഇസ്നാൻ ഇസ്നത്താൻ ഇബ്നു ഇബ്നത്ത് ഇമ്രു ഇമ്രാത്ത് ഒക്കെ ഈലാണ് വരുന്നത്. ഐമുള്ള ഐമുനുള്ള എന്നുള്ളത് മാത്രം ആ എന്നാണ് വരുന്നത്. പക്ഷേ ഈ ഐമുള്ള ഐമുനുള്ള എന്നുള്ളത് വിശുദ്ധ ഖുർആൻ ഇല്ലാത്തത് കൊണ്ട് അത് നമ്മൾക്ക് പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. ബാക്കി മുഴുവൻ ഈ എന്നാണ് ശബ്ദം. അത് നമ്മൾ ഓർത്തു വെക്കുക. അതായത് 10 നാമപദങ്ങളിലെ 8 എണ്ണവും എന്താണ്? ഈ. ഇസ്മ്, ഇസ്ത്, ഇസ്നാൻ, ഇസ്നത്താൻ, ഇബ്ന്, ഇബ്നത്ത്, ഇമ്രു, ഇമ്രാത്ത് അങ്ങനെയാണ് വരുന്നത്. ഐമുള്ള ഐമുനുള്ള ഖുർആൻ ഇല്ലാത്തത് കൊണ്ട് അത് നമ്മൾ പ്രയാസം ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു 10 എണ്ണം നമ്മൾ ബൈഹാർട്ടാക്കിയിട്ട് വെക്കണം. ഓക്കെ. അടുത്തത് അമൃത. ചോദിച്ചോളി. ഇസ്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇസ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക, അതിന് നമ്മളെ സീറ്റ്, നമ്മളെ ബാക്ക് ഭാഗം എന്ന് പറയാം. ഇരിക്കുന്ന മലയാളത്തിൽ പറയാൻ ആ ഭാഗത്തിനാണ് ഇസ്ത് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അമ്രു സുലാസി പിന്നെ ഹംസത്തു അതിൻ്റെ ഹംസയും ഹംസത്തു വസ്ലായിരിക്കും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കത്തബ എന്നുള്ളതിൻ്റെ കൽപ്പനക്രിയയാണ് ഉക്തുബ് എന്ന് പറയുന്നത്. കതബ, അതെങ്ങനെ അത് മനസ്സിലാക്കാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉക്തുബ് എന്ന് വരുന്ന അതിൻ്റെ മൂന്നാമത്തേത് ഹംസത്തുൽ വസ്ൽ കാഫ് താന് ദൊമ്മാണ്. അപ്പോൾ ഹംസത്ത് വസ്ൽ ഊ ആയിട്ടായിരിക്കും, അതായത് ദൊമ്മയായിട്ടായിരിക്കും വരിക. മൂന്നാമത്തെ ഹർഫ് നോക്കിയിട്ടാണ് കേട്ടോ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ
ഉസ്ജുദ് എന്നാണ് അല്ലേ? അതായത് 1 2 3 ജീമിന് ദൊമ്മയാണ്, അപ്പോൾ ഉസ്ജുദ് എന്നാണ് വരിക. സജദ എന്നതിൻ്റെ കൽപ്പനക്രിയയാണ് ഉസ്ജുദ്. പിന്നെ വരുന്നത് ഇഖ്റ 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 എന്ന് പറയുമ്പോൾ അതില് ഫത്ഹയും കസ്രയാണെങ്കിൽ ഈന്ന് വരും, അതെ, ലമ്മയാണെങ്കിൽ ഊന്ന് വരും, അതല്ലേ? നൊമ്മയാണെങ്കിൽ ഊ വരും. സിമ്പിളാണ്. നൊമ്മ വരികയാണെങ്കിൽ നൊമ്മയായിരിക്കും, ഫത്തഹയോ കെസ്ര വരികയാണെങ്കിൽ കെസ്രയായിരിക്കും. അപ്പോൾ ഈ ഖിറ എന്നുള്ള ഖറ എന്നുള്ളതിൻ്റെ കൽപ്പനാക്രിയയാണ് ഈ ഖിറ. അപ്പോൾ റാഇന് ഫത്തഹയാണ് വന്ന്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ചെയ്യുക, ഇവിടെ ഹംസത്തുൽ വസ്ലിന് ഈ എന്ന് കൊടുക്കുക. ഇത് ചേർത്തോതാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചേർത്തോതുന്ന സമയത്ത് ആ ഹംസത്തുൽ വസ്ൽ കളയപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാമെന്നുള്ളൂ. ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പോകേണ്ട, ജസ്റ്റ് ഇത്ര മാത്രം മനസ്സിലാക്കുക. ഇതിൻ്റെ ഹംസത്തുൽ വസ്ലിന് ഹർക്കത്ത് കൊടുക്കാനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സിമ്പിളാണ്. മൂന്നാമത്തെ ലെറ്റർ നോക്കുക, അത് ദൊമ്മയാണെങ്കിൽ ദൊമ്മ, ഫത്തഹയോ കെസ്ര ആണെങ്കിൽ കെസ്ര നൽകുക. സിമ്പിൾ. ഇതേപോലെ തന്നെയാണ് ഏത് മറ്റേതിലും വരുന്നത്. ഇപ്പോൾ കത്തബൻ്റെ ഇത് ഹംസത്ത് വസ്ലിൻ തസ്കുത്ത് വസ്ലൻ നബുദൗ ബിഹ ഉ എന്ന് ഉക്തുബ് എന്നാണല്ലോ. അതിൻ്റെ ഒരു തെഹജിയാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഹംസത്ത് ഖുമാസി വസുദാസി അതിൻ്റെ ഒരു ചാർട്ടാണ് നിങ്ങൾ കാണുന്നതിൽ. നമ്മൾ മാദി മുലാരി മറ്റേ മസ്ദറിലേക്കൊന്നും പോകാൻ നിൽക്കണ്ട. ഇൻ തസറ എന്നുള്ളതിന് ഫത്തഹയാണ്. അപ്പോൾ നോർമൽ കേസിൽ അതിന് ഈ എന്നാണ് വരിക. ഇതിലൊക്കെ അങ്ങനെയാണ് ഫത്തഹ വരുന്നത് കൊണ്ടും കെസ്ര വരുന്നത് കൊണ്ടും ഒക്കെ ഈ ആണ് വരുന്നത്. അപ്പോൾ ഖുർആനിൽ നമ്മൾ ഇങ്ങനെ വരുന്ന കേസിൽ മൂന്നാമത്തേത് എന്താണെന്ന് നോക്കുക, ഹംസത്ത് വസ്ലിന് അതായത് ദൊമ്മയാണെങ്കിൽ ദൊമ്മ കൊടുക്കുക, ഫത്തഹ കെസ്ര ആണെങ്കിൽ കെസ്ര കൊടുക്കുക. ഇത്ര മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അതിൽ കൂടുതലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. കാരണം നമ്മൾ നെഹ്വല്ല പഠിക്കുന്നത്, തജ്വീദാണ് പഠിക്കുന്നത്. അതുകൊണ്ട് നെഹ്വിലേക്ക് നമ്മൾ പോകണ്ട എന്നാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നമുക്കൊക്കെ കൺഫ്യൂഷൻ വരും. ഇനി ഹുമാസി സുദാസി നോക്കുക. സുദാസി ഇതേപോലെ തന്നെയാണ്. മൂന്നാമത്തെ നിങ്ങൾ നോക്കിക്കോളൂ. മൂന്നാമത്തേൽ എന്താണോ വരുന്നത് അത് അതിന് കൊടുത്താൽ മതി. ഖുറാനിൽ നിങ്ങൾക്ക് തപ്പി പിടിക്കാം. അതിൽ വേറെ ഏതെങ്കിലും വരുന്നുണ്ടോ ദൊമ്മ വരുന്നതൊക്കെ നിങ്ങൾക്ക് തപ്പി പിടിച്ചിട്ട് ശരിയാക്കാം. ഓക്കെ. പിന്നെ ലാമു താരിഫ്. ലാമു താരിഫ് എന്ന് പറഞ്ഞാൽ അൽ എന്ന് പറഞ്ഞ് 2 എണ്ണം ഉണ്ട്. അൽ എന്നുള്ളത് 2 എണ്ണം ഉണ്ട്. സംഭവം ഹർഫാണ്. അൽ എന്നുള്ളത് ഒരു ഹർഫാണ്. ഒരു പിന്നെ ഒരു നാമമല്ല, ഹർഫാണ്. ഒരു വാക്ക്, ഒരു എന്താ പറയുക, അക്ഷരം എന്ന് പറയാം. അതായത് ഒരു പിന്നെ ഒരു അറബി ഭാഷ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഇസ്മ ഉണ്ടാവും, ഹർഫ് ഉണ്ടാവും, അതേപോലെ ഫേലും ഉണ്ടാവും. അതിൽ വരുന്നതാണ് ഫീ എന്നൊക്കെ കാണില്ലേ, ഫീ അങ്ങനെയുള്ള അൽ, അതേപോലെ അങ്ങനെയൊക്കെ വരുന്ന സംഭവം അതിൽ വരുന്നതാണ് അൽ. അപ്പോൾ ഈ അല്ല് 2 എണ്ണാണുള്ളത്. അതിൻ്റെ 2 നിങ്ങൾ ഇതിൽ നോക്കുമ്പോൾ തന്നെ കാണാം 2 അൽ. ഒന്നിൻ്റെ മുകളിൽ ലാമിന് സുക്കൂനുണ്ട്, ഒന്ന് സുക്കൂനില്ല. അപ്പോൾ ലാമു താരിഫ് 2 ഉണ്ട്. ഹംസത്തുൽ വസ്ലിൻ തസ്കുത്ത് വസ്ലൻ നബ്ദഉ ബിഹ ആ. ഇത് ആ ആണ് വരിക. അൽ എന്നുള്ള ഈ ഒരു ലാമു താരിഫിൻ്റെ ഹംസത്തുൽ വസ്ൽ ആ ആയിരിക്കും എപ്പോഴും. അപ്പോൾ 2 കാര്യങ്ങൾ. അഷറത്തു അസ്മാ എന്താണ്, ഈ ആണ് വരുന്നത്. പിന്നെ ലാമു താരിഫിൽ ആ ആണ് വരുന്നത്. അമ്രു സുലാസിയും അതേപോലെ ഹുമാസിയും സുദാസിയും വരുന്നത് എന്താണോ മൂന്നാമത്തെ ലെറ്ററിൽ ഹർക്കത്ത് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇത് സിമ്പിളാണ്. അത് 2 പേരിലാണ് അറിയപ്പെടുന്നത്. ലാമു താരിഫ് ലാമുൽ ഖമരിയ വ ലാമു ഷംസിയ എന്നാണ്. ലാമുൽ ഖമരിയ ലാമു ഷംസിയ എന്ന്. ഖമരിയ വ ഷംസിയ. ഓക്കെ. അപ്പോൾ ലാമു ഖമരിയ എന്ന് പറയുമ്പോൾ അലാമത്ത് സുക്കൂനാണ് കേട്ടോ. എങ്ങനെയാണ് ഖമരിയ എന്ന ലാമിൻ്റെ മുകളിൽ എന്താണ്, ലാമു ഇൽഹാറാണ്. അതാണ് അതിൻ്റെ അലാമത്ത് സുക്കൂന് വരാൻ കാരണം. ഓക്കെ. ലാമുൽ ഖമരിയൻ്റെ ഹുക്മ് ഇൽഹാറാണ്. അത് എന്താണ്, ഇൽഹാറായിരിക്കണം. ഇനി ഷംസിയ വരുന്ന സമയത്ത് മാറും. ഇത് ഇൽഹാറാണ്. അൽ എന്ന് ലാമ് ശരിക്കും കേൾക്കും. ഓക്കെ. ലാം ഖമരിയ മുൽഹറ അൽ, ഇങ്ങനെയാണ് അത്. ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലൻ നബ്ദഉ ബിഹ ആ, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ ലാം ഖമരിയ മുൽഹറ അൽ. ഓക്കെ. പിന്നെ അതിൻ്റെ പാട്ടാണ് ലീലാമി അൽ ഹാലാനി ഖബ്ലൽ അഹ്റുഫി ഊലാഹുമാ ഇദ്ഹാറുഹാ ഫൽ തഅരിഫി ഖബ്ല അർബഇൻ മഅശ്റത്തിൻ ഖുദ് ഇൽമഹു മിൻ ഇബ്ഗി ഹജ്ജക വഖഫ് അകീമഹു. മിൻ ഇബ്ഗി ഹജ്ജക, ആ ചുവപ്പ് കളറിൽ കാണുന്ന 14 ഹർഫുകളാണ് എന്തുള്ളത്, കമരിയ ആയിട്ടുള്ള അക്ഷരം. അതായത് ശബ്ദമുള്ള 28 അക്ഷരങ്ങളിൽ 14 കമരിയും 14 ശംസിയും ഉണ്ട്.
14 ശബ്ദമുള്ള അക്ഷരത്തിൽ 14 കബരിയ ആയിട്ടായിരിക്കും, 14 ഷംസിയ ആയിട്ട് വരും. അതിലെ 14 സർ, ഈ പാട്ട് തന്നിട്ടുണ്ടായിരുന്നോ? പാട്ടൊക്കെ എനിക്ക് പാട്ട് കിട്ടിയിട്ടില്ല. പാട്ടൊക്കെ നിങ്ങൾ ഇതിന്റെ PDF തുറന്നു നോക്കിയാൽ കാണും, അതിലുണ്ട്. ഈ പാട്ട് തന്നിട്ടില്ല, ഈ പാട്ട് തന്നിട്ടില്ല. ഓക്കെ, എന്നാൽ ഞാൻ അയച്ചു തരണ്ട്. ഞാൻ ഇതിന്റെ ഈ സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, അതിലുണ്ട് പാട്ടൊക്കെ. ഓക്കെ, ഡോക്ടർ എന്താ ചോദിച്ചിരുന്നത്? കമരിയയും ഷംസിയും ഒറ്റ പ്രാവശ്യം പറയാമോ ഒന്നുകൂടി? സിമ്പിളാണ്. കമരിയ എന്ന് പറയുന്നത് പിന്നെ എന്താണ്, ലാമ് ഇൽഹാറായിരിക്കും. അതായത് അൽ എന്നുള്ള ശബ്ദം കേൾക്കും കമരിയൻ്റെ കേസിൽ. അത് ലാമ് കേൾക്കും. അൽ അൽ ഖമർ അല്ലേ? പിന്നെന്താണ്, എന്താണോ അല്ലിനു ശേഷം വരുന്ന ഈ വാക്കുകൾ ഏതെടുത്ത് നോക്കുക. അപ്പോൾ അൽ അർദ എന്ന് പറയുമ്പോൾ ഇബിക അജക എന്നുള്ള ആ ഒരു അൽ അൽ അർദ, അപ്പോൾ ആ അൽ എന്നുള്ള ഇൽഹാറായിട്ടാണ് വരിക, കേൾക്കും. പിന്നെ അൽ ബൈത്ത് ബ ആണെങ്കിൽ അൽ ബ. പിന്നെ അൽ ഗഫൂർ ഗൈന് അൽ അപ്പോൾ അവിടെയൊക്കെ എന്താണ്, അത് ഇൽഹാർ ചെയ്തിട്ടാണ് വരുന്നത്. ഇൽഹാർ എന്ന് പറഞ്ഞാൽ ലാമ് വെളിവാക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ ഒരു പാട്ടാണ്. ഇനി നമ്മൾ പിന്നെ ഷംസിയയിൽ കൂടി പോകുമ്പോൾ രണ്ടും ക്ലിയർ ആയിക്കോളും. ഷംസിയ എന്താ വരുന്നത്, ഇതിൻ്റെ ഹുക്മ് ഇൽഹാറാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ലാം കമരിയ. ഓക്കെ, അക്ഷരങ്ങൾ ഇതാണ്. 14 ഹർഫുകളുണ്ട്. ഹർഫൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. ലാമ് ഇൽഹാറാണ്, കാരണം ശേഷം വരുന്ന ഹർഫ് എന്താണ്, കമരിയയുടെ അക്ഷരമാണ്, ഹംസയാണ്. അതുകൊണ്ടാണ്. ഇവിടെ നോക്കൂ, സബ്ബിഹി. പിന്നെ സബ്ബിഹി ഇസ്മ എന്ന് നമ്മൾ പറയുന്നില്ല, ചേർത്ത് ഓതുന്നതുകൊണ്ട് ഇസ്മിലെ ഹംസത്തുൽ വസ്ൽ കളയപ്പെടുന്നു. അപ്പോൾ സബ്ബിഹിസ് സുക്കൂന്, ഇസ്മ അല്ല കേട്ടോ, ഹാനാണ് കെസ്ര വരുന്നത്, അല്ലാണ്ട് ഈ അല്ല വരുന്നത്. പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സബ്ബിഹിസ്മ അല്ലെങ്കിൽ സബ്ബിസ്മ എന്ന് പറഞ്ഞ് പോകാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. ഓക്കെ, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. പിന്നെ ലാമു ഷംസിയ ഇതാണ് അതിൻ്റെ പാട്ട്. സാനിഹിമ ഇദ്ഗാമുഹാ ഫീ അർബഇൻ വഅശ്റത്തിൻ ഐദൻ വറംസുഹാ ഫഗീ തിബ് ثم صل رحما تفز ضفذان عم دعسو أظن زر شريف للكرم. ഈ തിബ് സുമ സിൽ റഹിം എന്ന് പറഞ്ഞ ആ 2 ലൈനിൻ്റെ ഫസ്റ്റത്തെ ലെറ്ററാണ് എന്ത്, ഈ ഷംസിയ ആയിട്ടുള്ള ഹർഫ് വരുന്നത് കേട്ടോ. ഒരു പാട്ടിന് വേണ്ടിയിട്ട് അതിനൊരു ഇത് കൊടുത്തതാണ്. അതിൻ്റെ അർത്ഥത്തിലേക്കും ഏറ്റവും നമ്മൾ പോകേണ്ട, ജസ്റ്റ് പാട്ട് പഠിച്ച് വെച്ചാൽ മതി. ആ തിബ് സുമ സിൽ എന്നുള്ളത് അറിയണമെങ്കിൽ തിബ് എന്നുള്ള താ, സുമല സ, സിൽ എന്ന് പറഞ്ഞ സ്വാദ്, റഹിമൻ എന്ന് പറഞ്ഞ റാഹ്, തഫുസിലെ താ, ദിഫിലെ ദാദ്, പിന്നെ നൂനിലെ നൂന്, പിന്നെ ദാല്, സീന്, വാ, സൈ, ഷീൻ, ലാം. ഓക്കെ, ഇത് നോക്കുമ്പോൾ സ്വാദ്, റാ, ത, ഇങ്ങനെ 14 ഹർഫുകൾ കേട്ടോ. അപ്പോൾ ലാം ഷംസിയ മുദ്ഗമാണ്. ഈ പാട്ടും പരീക്ഷയ്ക്ക് പഠിക്കണം. പാട്ട് പഠിക്കണം. പാട്ട് 5-6 പാട്ടുകൾ, ഇനി പാട്ട് വരാനുണ്ട്, 5-6 പാട്ടുകൾ ഉണ്ടാവും. അതിലൊരു പാട്ട് പരീക്ഷയ്ക്ക് എന്തായാലും ചെയ്യും. കമരിയ പാട്ടും പഠിക്കണമെന്നാ ചോദിക്കണം. കമരിയപ്പാട്ടും ഷംസിയപ്പാട്ടും ഒക്കെ പഠിച്ചേക്കണം. പാട്ട് ഏതെങ്കിലും ഒന്ന് എന്തായാലും നിങ്ങളെ പബ്ലിക് എക്സാമിനേഷന് ഒരു പാട്ട് എന്തായാലും ഇപ്പം ഇന്ന് തന്നതുപോലെ വിട്ട ഭാഗം പൂരിപ്പിക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അത്. അപ്പൊ ഏതെങ്കിലും ഓക്കെ അതൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒക്കെ അങ്ങോട്ട് നമ്മൾ പഠിക്കാം നമുക്ക് ഇൻഷാല്ലാ. സാധാരണഗതിയിൽ പഠിപ്പിച്ചാളുണ്ടായിരുന്നു, അപ്പം തന്നെ ഇരുത്തി പഠിപ്പിച്ചാളുണ്ടായിരുന്നു. അപ്പോൾ പഠിപ്പിക്കാൻ സമയം കിട്ടില്ല നമുക്ക്. ഇനി പരീക്ഷൻ്റെ അടുത്തെത്തുമ്പോൾ ഒന്നും കൂടി നമുക്കൊന്ന് കലക്കി കുടിക്കുമ്പോൾ ശരിയായിക്കോളും ഇൻഷാല്ലാ. ഒന്നും പ്രയാസമില്ല, ഒക്കെ നമുക്ക് പഠിക്കാം. നിങ്ങൾ കൂടെ നിന്നാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് റെഡിയാക്കാം ഇൻഷാല്ലാ.
ലാം ഷംസിയ മുദ്ഗമ. മറ്റേത് ലാം കമരിയ മുദ്ഹറയായിരുന്നു, ഇവിടെ ലാം ഷംസിയ മുദ്ഗമ. മുദ്ഗമ എന്ന് പറഞ്ഞാൽ ഇദ്ഗാം, ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അൽ എന്നുള്ള ലാമിന്, ഇപ്പോൾ ഉദാഹരണം നമ്മൾ നോക്കുകയാണ്, അത്വയ്യിബാത്ത്. അത്വയ്യിബാത്ത് എന്നുള്ള ലാമിനെ ത്വായിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലയിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ത്വായിന് ഷദ് വരുന്നത് കേട്ടോ. അത്വയ്യിബാത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ ലാമ് ഇൽഹാർ അൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, ലാമ് ഇൽഹാർ ആയിട്ടുണ്ട്. ഇപ്പോൾ സംഭവിക്കുന്ന എന്താ, ഈ ലാമിനെ അടുത്ത ഹാർഫിലേക്ക് ലയിപ്പിക്കുകയാണ്, എന്താണ്, പ്രവേശിപ്പിക്കുകയാണ്. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക അല്ലെങ്കിൽ ലയിപ്പിക്കുക എന്നൊക്കെയാണ് പറയുക. ആ ലാമിനെ അതിലേക്ക് ലയിപ്പിച്ച് ആ ലാം അതിലേക്ക് വരുന്നത് കൊണ്ടാണ് താഇൻ്റെ മുകളിൽ ശബ്ദ വരുന്നത്. അപ്പോൾ അത്വയ്യിബാത്ത് നോക്കൂ നിങ്ങൾ, അസ്സമറാത്ത്, അസ്സിയാം, അതേപോലെ അർ-റഹ്മാൻ ഒക്കെ. ഒരു ഉദാഹരണം കൂടി വന്നിട്ടില്ല, ഇതുണ്ടായതുകൊണ്ട് പിന്നെ ഉദാഹരണം കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഹംസത്തുൽ വസ്ൽ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ മീമുസാക്കിന, ഈ ശംസിയ ലെറ്റേഴ്സ് ഏതൊക്കെയായിരുന്നു സാറേ? എങ്ങനെ ശംസിയ ലെറ്റേഴ്സ് ഏതൊക്കെയായിരുന്നു? സംശയ ലെറ്റേഴ്സ് ഇതാണ്, അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ച് ബാക്കിയൊക്കെ കമരിയ അങ്ങനെ ചെയ്തൂടെ? മതി. 28 അക്ഷരങ്ങൾ ഒരു 14 പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ബാക്കിയുള്ള 14 മറ്റേതായിരിക്കും. സിമ്പിളാണ്, അങ്ങനെയും ചെയ്യാവുന്നതാണ്. അത് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അത് പാട്ട് പഠിക്കാൻ സിമ്പിളാണ്. അത് നിങ്ങൾക്ക് അത് കൂടെ ഒന്ന് ഓതിയാൽ മതി, നേരത്തെ ഓതിയതുപോലെ. എന്ത് ثانيهما إدغامها في 4 وعشرة أيضا ورمزها فعيل. അത് നമുക്കൊരു കാര്യം ചെയ്യാം, അതങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ആ രണ്ടെണ്ണം ഒഴിവാക്കിയിട്ട് പരീക്ഷക്ക് തിബ് സുമ്മ എന്നുള്ളതാക്കിയിട്ട് മാറ്റാട്ടോ. തിബ് സുമ്മ സിൽ റഹിമൻ തഫുസ്, ആ ഒരു രീതിയിലേക്ക് നമുക്ക് മാറ്റാം. നമ്മൾ ആ 2 ലൈൻ ഒഴിവാക്കിയിട്ട് പരീക്ഷയ്ക്ക് തിബ് സുമ്മ സിൽ റഹിമൻ എന്നുള്ളത് മാത്രമേ ചോദിക്കുള്ളൂ, പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. നിങ്ങൾ പരീക്ഷ ബേജാറാവാനൊന്നുമില്ല, ചെറിയ കുട്ടികൾക്ക് പോലും എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഇത്. മീമുസാക്കിന, സുക്കൂനുള്ള മീമ്. സുക്കൂനുള്ള മീമിന് 3 നിയമങ്ങളാണ് ഉണ്ടായിരുന്നത്: ഇഖ്ഫാ, ഇദ്ഗാം, അതേപോലെ ഇൽഹാർ, ഗോപ്യമാക്കുക അല്ല മറച്ചു വെക്കുക, ലയിപ്പിക്കുക, വ്യക്തമാക്കുക. 3 നിയമങ്ങളാണ് ഉണ്ടായിരുന്നത്. മീമുസാക്കിന, അതേ പിന്നെ ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക എന്നുള്ള. ഹർഫ് ബാ, അതായത് സുക്കൂനുള്ള മീമിന് ശേഷം അടുത്ത ഹർഫ് ബാ ആണെങ്കിൽ ഈ മീമിനെ മണിച്ച് പാരായണം ചെയ്യണം. അത്രയേ ഉള്ളൂ, സിമ്പിൾ. മീമുസാക്കിന, അതിൻ്റെ ഉദാഹരണം ഒന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മീം സാക്കിന മുഖ്ഫ ഇന്ദൽ ബായിൽ മഫ്തൂഹ മക്സൂറ മദ്മൂമ ബി ഉന്ന ഹർക്കത്തെ. അപ്പോൾ ഇതിൽ നോക്കൂ നിങ്ങൾ, വമാഹുംബി മീം സാക്കിന ബാ കസ്ര. അപ്പോൾ മീം സാക്കിന മുഖ്ഫ ഇന്ദൽ ബായിൽ മക്സൂറ ബി ഉന്ന ഹർക്കത്തെ, ആ സുക്കൂനുള്ള മീമിനെ ബായിൻ്റെ അരികെ മണിച്ച് പാരായണം ചെയ്യുക. വമാഹുംബി, പിന്നെ ഷദ് കൊടുക്കരുത് കേട്ടോ. വമാഹുംബി എന്ന് ഷദ് കൊടുക്കാണ്ട് വമാഹുംബി. നോർമൽ ഒരു ഷദ് വരും എന്തായാലും, നോർമൽ ചെറിയൊരു ഷദ് വരും, പക്ഷേ വല്ലാണ്ട് ആ ഷദ്ദിലേക്ക് പോകരുത്. വമാഹുംബി ഖാരിജീന മിനന്നാർ. ഓക്കെ, ലയിപ്പിക്കുമാണ് എന്താ ചെയ്യുക, ശരിക്കും ഒരു ഷദ് വരും, കട്ടി കൂടും ഒക്കെ ചെയ്യുന്നത്. ഇദ്ഗാം, ലയിപ്പിക്കുക. മീമ് തന്നെ, സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വന്നാലാണ് ലയിപ്പിക്കേണ്ടത്. ഓക്കെ, മീം സാക്കിന മുദ്ഗമ ഫിൽ മീമിൽ ഡാഷ് എന്താണോ അത്. ഉദാഹരണം നോക്കുക, വഅഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂകും. ഹും മിൻ മീം സാക്കിന മുദ്ഗമ ഫിൽ മീമിൽ മക്സൂറ ബിഗുന്ന ഹർക്കതൈൻ. ഓക്കെ, അപ്പോൾ പിന്നെ വരുന്നത് വ്യക്തമാക്കുക. അതായത് ബാവും മീമും ഒഴികെയുള്ള മുഴുവൻ ഹർഫ് വന്നു കഴിഞ്ഞാലും സുക്കൂനുള്ള മീമിന് ശേഷം ബാओ മീമോ അല്ലാത്ത ഏത് ഹർഫ് വന്നാലും മീമിനെ വ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കണം. ഓക്കെ, ഒരു ഉദാഹരണം ഉണ്ടോ നോക്കാം നമുക്ക്. മീം സാക്കിന മുദ്ഹറ കബ്ല ഡാഷ്. ഇവിടെ നോക്കൂ, മസലുഹും കമസലിഹും ക ഹും ക
മസലുഹും കമസലി അല്ലെങ്കിൽ മസലുഹും കമസലി അങ്ങനെ ഓതരുത്. മസലുഹും കമസലില്ലദി ഇസ്തൗഖദ നാറൻ ഫലമ്മാ അضاءت فلما أضاءت ما حوله ذهب الله بنورهم. അവിടെ ശ്രദ്ധിക്കണം, ذهب الله بنورهم نورهم അത് മീം സാക്കിന് ശേഷം വാ വന്നു. ബിനൂരിഹിം വതറകഹും അവിടെയും വന്നു. വതറകഹും ഫീ ളുലുമാതിൽ ലാ യുബസിറൂൻ. ബിനൂരിഹിം എന്ന് പറഞ്ഞിട്ട് വാവ് വരുന്ന സമയമാണ് പ്രത്യേകം, ചുണ്ട് കൃത്യമായിട്ട് പൂടാറില്ല. അപ്പോൾ വാവ് വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക. മ മീം ബ അല്ലേ, മീം ബ ഫ ലേശം വ്യത്യാസമുണ്ട്. ബ മീമും വാവും ആണ് പ്രശ്നം, വ. അപ്പോൾ ഹും 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 എന്ന് പറഞ്ഞിങ്ങനെ ചുണ്ട് വാവിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ കൂർപ്പിച്ചിട്ടാണല്ലോ വരിക. അപ്പോൾ ശരിക്കും മീമ് പൂടാണ്ട, ചുണ്ട് പൂടാണ്ട പോയി. അപ്പോൾ ബിനൂരി ഹൂവ ആയി പോകരുത്. ദഹബല്ലാഹു ബിനൂരിഹിം വ ഹും വ എന്ന് ചുണ്ട് പൂടിങ്ങിയിട്ട് ചെയ്യാം. ഓക്കെ. മീം സാക്കിന മുദ്ഹറ ഖബ്ലൽ കാഫിൽ മഫ്തൂഹ. ഓക്കെ. ഈ മുളഹറക്ക് മാത്രല്ലേ സുക്കൂൻ ഉണ്ടാവുള്ളൂ? അതെ, ഇൽഹാർ വരുന്നത് സുക്കൂന് വരുള്ളൂ. ബാക്കി രണ്ട് സ്ഥലത്ത് സുക്കൂൻ ഉണ്ടാവില്ല. കാരണം അത് ഉന്ന ചെയ്ത് അതിൻ്റെ അവിടെ ഒരു നിയമം ബാധകമാകുന്നത് കൊണ്ടാണ് അത് സുക്കൂന് കൊടുക്കുക. കാരണം ഇൽഹാറെല്ലാം അതുകൊണ്ടാണ് അത് ഒഴിവാക്കുന്നത്. പകരം വേറെന്തോ ആണ്. സുക്കൂൻ ഇല്ലെങ്കിൽ തന്നെ, സുക്കൂനിൻ്റെ അലാമത്ത് ഇല്ലെങ്കിൽ തന്നെ മനസ്സിലാക്കുക അവിടെ എന്തോ ചെയ്യണം. ഒന്നാമതായത് എന്തായാലും ഉന്ന ചെയ്യണം എന്നുള്ളത് ഓർത്ത് വെക്കുക അറ്റ്ലീസ്റ്റ്. ഓക്കെ. ഇനി നേരെ നമ്മൾ പുതിയ മസലുഹും ക ചുവപ്പ് ലെറ്ററിൽ കണ്ടില്ലേ? മസലുഹും മീം സാക്കിന ശേഷം കാഫ് അല്ലേ? താഴത്തെ അല്ലല്ലോ. ബിനൂരിഹിം വാ എന്ന് പറഞ്ഞത് മീം സാക്കിന മുൽഹറ ഖബ്ലൽ വാവിൽ മഫ്തൂഹ ആണല്ലോ. ബിനൂരിഹിം വാ. അതേപോലെ വതറകഹും ഫീ എന്നുള്ളവർക്ക് മീം സാക്കിന മുൽഹറ ഖബ്ലൽ ഫാഇൽ മക്സൂറ യാമദ് തൊബി ഹർക്കത്താൻ എന്നാണ് വരിക. വതറകഹും ഫീ. കണ്ടില്ലേ? മാറ്റങ്ങൾ വരും. അത് അവിടെ നമ്മൾ ഉദാഹരണം കൊടുത്ത മസലുഹും ക എന്നാണ് കൊടുത്തത്. അതിന്റെ തഹജ്ജാണ് എഴുതിയത്. ഓക്കെ. മസലുഹും കമസലില്ലദി ഇസ്തൗഖദ എന്നല്ലേ? ആ ലദിസ്തൗ ലദി ദാല് കസ്റ മദ്ദില്ലേ, മദ് കളയപ്പെടും. അത് നമ്മൾ പഠിക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. ഒരു ടോപ്പിക്കാണ് അത്. ഓക്കെ. ഓക്കെ. നമ്മൾ നൂനുസാക്കിന വത്തൻവീൻ. നൂനുസാക്കിന എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, സുക്കൂനുള്ള നൂന്. തൻവീൻ എന്താണ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. നൂനുസാക്കിന നിങ്ങൾ നോക്കൂ, ഇങ്ങനെ രണ്ട് നൂനുസാക്കിന സുക്കൂൻ ഇട്ടിട്ടും വരും ഇല്ലാണ്ട് വരും കേട്ടോ. മീമുസാക്കിന വന്നതുപോലെ അതുകൊണ്ടാണ് രണ്ടും കൊടുത്തത്. നൂനുസാക്കിന. അതേപോലെ തൻവീൻ ബിൽ ഫത്ഹ, തൻവീൻ ബിൽ കസ്റ, തൻവീൻ ബിൽ ദമ്മ. ഓക്കെ. ബൻ നോക്കൂ നിങ്ങൾ, രണ്ടെണ്ണത്തിൻ്റെ ഒന്ന് നൂനുസാക്കിനയാണ്. അപ്പോൾ ബൻ എന്ന് തന്നെയാണ് കേൾക്കുന്നത്. തൻവീനാണെങ്കിൽ ബൻ എന്ന് തന്നെയാണ് വരുന്നത്. രണ്ടും ഒരേ ശബ്ദമാണ്. അതുകൊണ്ടാണ് നൂനുസാക്കിനയും തൻവീനും നിയമം ഒന്നാണ്. ബിൻ എന്നുള്ളത് നൂനുസാക്കിനയായാലും തൻവീനായാലും പറയുന്ന ഒന്ന് തന്നെയാണ്. ഓക്കെ. ബുൻ. ക്ലിയർ ആണല്ലോ? നൂനുസാക്കിന ഇതില് നൂന് സാക്കിനെ എടുത്തിട്ടുണ്ടായിനോ ആദ്യം? മീം സാക്കിന വരെ എടുത്തിട്ട് പിന്നെ എടുത്തില്ലല്ലോ. പിന്നെ ഇതല്ലേ പറഞ്ഞേ ഒന്ന? അന്ന് അത് ആ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. നേരെ നമ്മൾ പിന്നോട്ട് പോയതാണ്. അത് 11, 12, 13 എടുക്കാൻ എവിടോ മിസ് വന്നു പോയതുകൊണ്ട് പിന്നെ നേരെ അതിലേക്ക് പോയത്. അതുകൊണ്ടാണ് ഉന്നയെ കുറിച്ച്. ഇനി നൂന് സാക്കിന തൻവീനാണ് ഇപ്പൊ നമ്മൾ എടുക്കണല്ലേ? അതെ. പുതിയ ടോപ്പിക്കാണ് നൂനുസാക്കിന തൻവീൻ. പുതിയ ടോപ്പിക്കാണ്. ഓക്കെ. അപ്പോൾ നൂനുസാക്കിന തൻവീൻ, സുക്കൂനുള്ള നൂനും തൻവീനും. ഓക്കെ. സുക്കൂനുള്ള നൂനും തൻവീനും. നൂനുസാക്കിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇവിടെ നോക്കൂ. വഅൻതും തൻദുറൂന. വഅൻതും അവിടെ നൂനുസാക്കിനെ മുകളിൽ സുക്കൂനില്ല. വഅൻതും മീമിന് സുക്കൂനുണ്ട്. അപ്പോൾ ഇൽഹാറാണ്. വഅൻതും തൻദുറൂന അവിടെയും സുക്കൂന് കൊടുത്തിട്ടില്ല. അതാണ് നൂനുസാക്കിനൻ. ഇവിടെ നോക്കൂ. മൻ ആമന മൻ എന്നുള്ള നൂനുൻ്റെ മുകളിൽ
സുക്കൂന് കൊടുത്തിട്ടുണ്ട്. മൻ ആമന. നേരത്തെ മുകളിൽ സുക്കൂന് നൽകിയിട്ടില്ല. രണ്ട് ഡിഫറൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ തെൻവീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇത് തെൻവീൻ എന്ന വാക്കിനർത്ഥം നൂനാക്കി ഉച്ചരിക്കുക എന്നാണ്. സുക്കൂനുള്ള നൂനിൻ്റെയും തെൻവീൻ്റെ ഉച്ചാരണം ഒരുപോലെ തന്നെയാണ്. അതായത് നൂന് ഇപ്പം നമ്മൾ നേരത്തെ നോക്കിയല്ലോ, നൂന് സാക്കിന തൻവീൻ രണ്ടും സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. നാമപദങ്ങളുടെ അവസാനത്തിൽ നൂനിൻ്റെ ശബ്ദം നൽകാൻ വേണ്ടിയാണ് ഹറക്കത്തുകൾ ഇരട്ടിപ്പിച്ചത്. നാമപദങ്ങളുടെ അവസാനത്തിൽ നൂനിൻ്റെ ശബ്ദം നൽകാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അത് അറബികളുടെ ഒരു ഇതാണ്. അഥവാ നൂനിൻ്റെ ശബ്ദം നൽകാൻ വേണ്ടി സ്വീകരിച്ച ഒരു മാർഗമാണ് തൻവീൻ ചെയ്യുക എന്നുള്ളത്. അത്രമാത്രം തൻവീൻ. ഓക്കെ. അൻ, ഇൻ, ഉൻ. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്കിലേക്ക് പോവാം. തൻവീൻ അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങളാണ് ബൈതൻ, ബൈതിൻ, ബൈതുൻ, പിന്നെ അലീമൻ, അലീമിൻ, അലീമുൻ. ഒക്കെ എന്നാണല്ലോ വരുന്നത്. അലീമൻ, അലീമിൻ, ന് ഒക്കെ നൂനാണ് വരുന്നത്. അപ്പോൾ നൂനു സാക്കിന വത്തൻവീൻ അല്ലേ. നൂനു സാക്കിന വത്തൻവീൻ എത്ര നിയമങ്ങളുണ്ട് നോക്കാം. നൂനു സാക്കിന വത്തൻവീന് എത്ര നിയമങ്ങളുണ്ട് എന്ന് നോക്കാം നമുക്ക് ആദ്യം. ഓക്കെ. നോക്കൂ. ഒന്നാമത്തേത് അൽ ഇൽഹാറാണ്. രണ്ടാമത്തേത് അൽ ഇദ്ഗാം. മൂന്നാമത്തേത് അൽ ഇഖ്ഫാ. ഇത് മൂന്നും നമ്മൾ കേട്ടതാണ്. ഇനി ഒന്ന് പുതിയത് അൽ ഇഖ്ലാബ്, അൽ ഇഖ്ലാബ്. ഓക്കെ. ഇനി 4 എണ്ണാണ്. നൂനു സാക്കിന വത്തൻവീൻ 4 നിയമങ്ങളാണുള്ളത്. 4 നിയമങ്ങളാണുള്ളത്. ആ 4 നിയമങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ പഠിക്കും. ഓരോന്നായിട്ട്. അത് നമ്മൾ മീമുസാക്കിനെ പഠിക്കുമ്പോൾ സിമ്പിളായിട്ടായിരുന്നു. കാരണം അതിൻ്റെ ഒരു നിയമം ഇപ്പം പിന്നെ ഇഖ്ഫ ആണെങ്കിൽ ഒരു ഹർഫേ ഉണ്ടായിരുന്നുള്ളൂ. സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ അവിടെ ഇഖ്ഫ സംഭവിക്കുമെന്നായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. അതേപോലെ ഇദ്ഗാം എന്ന ഹർഫ്, അതായത് മീമു സാക്കിനക്ക് ശേഷം മീമു വന്നു കഴിഞ്ഞാൽ ഇദ്ഗാം ആണ് എന്ന് സുക്കൂനുള്ള മീമിനെ കുറിച്ച് പഠിച്ചിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ കുറച്ച് ഹർഫുകൾ കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ ഇൽഹാർ എന്താണ്? ബാവും മീമും അല്ലാത്ത മുഴുവൻ ഹർഫുകളും ഇൽഹാറായിരുന്നു മീമു സുക്കൂനുള്ള മീമിൻ്റെ കേസിൽ. പക്ഷേ ഇവിടെ നൂനു സാക്കിന വ തൻവീനിൽ 4 നിയമങ്ങളുണ്ട്. അതിൽ ഹർഫുകളൊക്കെ കുറച്ച് കൂടുതലും ഉണ്ട്. അപ്പം അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. ഒന്നാമത്തേതായിട്ട് നമ്മൾ പഠിക്കുന്നത് അൽ ഇൽഹാറാണ്. ഇൽഹാർ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. മീമുസാക്കിനെ പഠിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇൽഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കുക. എന്തിനെയാണ് വെളിവാക്കേണ്ടത്? നൂനു സാക്കിന അല്ലെങ്കിൽ തൻവീൻ. നൂനു സാക്കിന തൻവീൻ എന്താണോ വരുന്നത്, അതായത് രണ്ടും ഒരേ ശബ്ദമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. രണ്ടിനും ഒരേ നിയമമാണ്. നൂനു സാക്കിനയായാലും തൻവീൻ ആയാലും ശേഷം വരുന്ന ലെറ്ററിന് ബേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ നിയമം ഒന്നായിരിക്കും എന്നാണ്. നിയമം ഒന്നായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൽഹാർ ആണെങ്കിൽ അത് നൂനു സാക്കിനയ്ക്ക് ശേഷം ഈ കാണുന്ന വട്ടങ്ങൾ ഒഴിവാക്കിയാൽ വരുന്ന ഹർഫുകളും, തൻവീനിന് ശേഷം ഈ കാണുന്ന വട്ടങ്ങൾ ഒഴിവാക്കിയാൽ വരുന്ന ഹർഫ് വന്നു കഴിഞ്ഞാൽ അത് എന്തായിരിക്കണം? ആ നൂനു സാക്കിന വ തൻവീൻ ഇതും എൻ എന്ന് വെളിവാക്കിക്കൊണ്ട് ഉച്ചരിക്കണം. ഹർഫുകളിലേക്ക് പോകാം. ഒന്നാമത്തെ ഹർഫ് ഹംസയാണ്. രണ്ടാമത്തെ ഹർഫ് ഹ ആണ്. മൂന്നാമത്തേത് ഐനാണ്. നാലാമത്തേത് ഹ ആണ്. അഞ്ചാമത്തേത് ഐനാണ്. ആറാമത്തേത് ഹ ആണ്. ഈ അക്ഷരങ്ങൾ നമ്മൾ എവിടെയോ പഠിച്ചിക്കണോ? ഹുറൂഫുൽ ഹൽക്ക്. അപ്പൊ സിമ്പിളായിട്ട് നമുക്ക് പറയാം, നൂനു സാക്കിന വ തൻവീനിന് ശേഷം ഹുറൂഫുൽ ഹൽക്ക് വന്നു കഴിഞ്ഞാൽ ഇൽഹാറായിട്ട് ഉച്ചരിക്കണമെന്ന് നമുക്ക് പറയാവുന്നതാണ് അല്ലേ? അങ്ങനെ പറഞ്ഞൂടെ? സിമ്പിളായിട്ട് വേഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നൂനു സാക്കിന തൻവീന് നമ്മൾ ഖുറാനിൽ നൂനു സാക്കിന വേറെ തന്നെയാണ്, തൻവീന് വേറെ തന്നെയാണല്ലോ. അല്ലല്ല അങ്ങനല്ല. നൂനു സാക്കിനക്ക് ശേഷം ഈ ഹർഫുകൾ ഏതും വന്നു കഴിഞ്ഞാൽ ആ നൂനു സാക്കിനെ വെളിവാക്കണം. തൻവീനിന് ശേഷം ഈ ഹർഫുകൾ ഏതും വന്നു കഴിഞ്ഞാൽ ആ തൻവീനിന്റെ നൂനിന്റെ ശബ്ദം വെളിവാക്കും. അതായത് നൂനു സാക്കിനയും തൻവീനും എന്നാണ്. അതിന് രണ്ടിനും ഒരേ ശബ്ദമായതുകൊണ്ട് എൻ എന്ന ശബ്ദമാണല്ലോ രണ്ടിനും വരുന്നത്. അതുകൊണ്ട് അതിന്റെ നിയമം ഒന്നാണ്. അത് പ്രത്യക്ഷത്തിൽ 2 കോലത്തിലാണ് വരുന്നതെങ്കിലും
തൻവീന് വേറൊരു രീതിയിലാണ് എഴുതുന്നത്, നൂനുസാക്കിനെ വേറൊന്ന്, പക്ഷെ ശബ്ദം കൊണ്ട് രണ്ടും ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നിയമങ്ങളും ഒന്നാണ്. പക്ഷേ നൂനുസാക്കിനയ്ക്ക് ശേഷം തെൻവീന് വരണമെന്നൊന്നുമില്ല. നൂനുസാക്കിനയ്ക്ക് ശേഷം ഈ ഹർഫുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ ആ നൂനുസാക്കിനെ വെളിവാക്കിക്കൊണ്ട് പാരായണം ചെയ്യണം. തെൻവീനിന് ശേഷം ഈ ഹർഫുകളാണ് വരുന്നതെങ്കിൽ അത് വെളിവാക്കിക്കൊണ്ട് പാരായണം ചെയ്യണം. അതായത് നൂനുസാക്കിനെയോ തെൻവീനിനോ ശേഷം ഹുറൂഫുൽ ഹൽക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഇൽഹാറായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. നോക്കാം നമുക്ക് ഒന്നും കൂടി. ഇങ്ങോട്ട് നോക്കൂ നിങ്ങൾ. അൽ ഇൽഹാർ ഹംസുൻ ഹ ഐനുൻ ഹ ഗൈനുൻ ഖ. ഇൽഹാർ ഹംസുൻ ഹ ഐനുൻ ഹ ഗൈനുൻ ഖ. തൻവീന് രണ്ട് രീതിയിലുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ എഴുതാൻ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻവീന് രണ്ട് രീതിയിൽ എഴുതുന്നുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കൂ, രണ്ട് എഴുത്തും തമ്മിൽ വ്യത്യാസമല്ലേ, രണ്ട് തൻവീനുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അതന്നെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് പിന്നെ അതൊരു അലാമത്താണ്. ഇൽഹാറിന് ഒന്നും ബാക്കിയുള്ള നിയമത്തിന് വേറെ ഒന്നുമാണ്. ഇൽഹാറിന് എന്താണ് ശരിക്കും നൂനുസാക്കിനിൻ്റെ മുകളിൽ സുക്കൂൻ ഉണ്ടാവും, ആ അലാമത്ത് ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഇവിടെ എന്താണ് തൻവീനിലും എന്തുണ്ട്, ആ ഒരു പിന്നെ അലാമത്തുണ്ട്. ചേർന്ന് വരികയാണെങ്കിൽ ഇൽഹാറും ലേശം തെറ്റ് ചെയ്താണെങ്കിൽ ഇദ്ഗാമോ അല്ലെങ്കിൽ ഇഖ്ഫാओ അല്ലെങ്കിൽ ഇഖ്ലാബോ ഒക്കെ ആയിട്ടായിരിക്കും കാണുക. അതായത് നൂനു സാക്കിനിൽ സുക്കൂന് വരുന്ന കേസിലാണെങ്കിൽ ഇൽഹാറാണല്ലോ, ആ കേസിൽ രണ്ടും ഇങ്ങനെ ഓരോ അട്ടിയായിട്ട് വെച്ചിട്ടുണ്ടാവും. അതായത് മുകളിൽ കാണുന്ന വൈറ്റിൽ കാണുന്നത് പോലെ. ഓക്കെ, അത് നമുക്ക് ഖുർആനിൽ നോക്കിയാൽ കാണാം. അത് വിഷയമുള്ള കാര്യമില്ല, അതിനെക്കുറിച്ച് നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല. അപ്പോൾ നൂനു സാക്കിന ബ തൻവീൻ ഹംസ അല്ലേ, ഒന്നാമത്തേത് ഹംസയാണ്. അപ്പോൾ ഹംസൻ്റെ ഉദാഹരണം നിങ്ങൾ നോക്കൂ. وَأَمَّا مَنْ آمَنَ وَعَمِلَ صَالِحًا فَلَهُ جَزَاءً الْحُسْنَى وَسَنَقُولُ لَهُ مِنْ أَمْرِنَا يُسْرًا. മൻ ആമന, അവിടെ നൂനു സാക്കിനയ്ക്ക് ശേഷം ഹംസ വന്നു. അപ്പം അത് ആ നൂനിനെ മൻ. അതേ താഴത്ത് നോക്കൂ, മിൻ അംരിന, മിൻ നൂനു സാക്കിന ശേഷം ഹംസ വന്നിട്ടുണ്ട്. അവിടെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് സുക്കൂനുള്ള നൂനിൻ്റെ മുകളിൽ എന്ത് വന്നിട്ടുണ്ട്, സുക്കൂനിൻ്റെ അലാമത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ഇൽഹാർ നമുക്ക് എളുപ്പമാണ്, കാരണം ഇൽഹാർ തൊണ്ടയുടെ 6 അക്ഷരങ്ങൾ നൂനു സാക്കിന തൻവീന് ശേഷം വന്നു കഴിഞ്ഞാൽ എന്താണ്, ഈ തൻവീൻ വരുമ്പോൾ മാത്രമേ കൺഫ്യൂഷൻ വരുള്ളൂ അല്ലേ? ഇല്ലല്ലോ, തൻവീനിൽ നിങ്ങൾ നോക്കൂ, നിങ്ങൾ എന്താ കൺഫ്യൂഷൻ? ഇത് നോക്കൂ, സുക്കൂൻ ഉണ്ടാവും. ഇവിടെ നോക്കൂ, കുല്ലു കഫാരിൻ എന്നുള്ള റാഇന്റെ അടിയിൽ നോക്കൂ, നിങ്ങൾ ചേർത്തിട്ടാണ് എഴുതിയത്, അങ്ങോട്ടോട്ട് മാറിയിട്ട് എഴുതിയിട്ടില്ല. പിന്നെ ഇതിൽ തന്നെ ഫസ്റ്റ് ഇതിൽ നോക്കൂ, വ അമില സ്വാലിഹൻ എന്നുള്ള ആ തൻവീന് നോക്കൂ നിങ്ങൾ, ലേശം ഒന്ന് തെറ്റിയില്ലേ? തെറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വേറെ നിയമം മാറിയിട്ടുണ്ട്. നേരെ കഫാരിൻ അസീമിൻ എന്ന് പറഞ്ഞുകൊടുത്ത് നോക്കൂ, രണ്ടെണ്ണം ഇങ്ങനെ അട്ടി വെച്ചിരിക്കുന്നു. അപ്പോൾ ശേഷം എന്താണ്, തൊണ്ടയുടെ അക്ഷരമാണ് വന്നിട്ടുള്ളത്. ഇവിടെ ജസാൻ എന്നുള്ളതിന് ശേഷം നോക്കൂ നിങ്ങൾ, ഹംസത്തുൽ വസ്ലാണ്. പക്ഷെ അവിടെ നിയമം വേറെ വരുന്നത് കൊണ്ടാണ് എന്ത് ജസാഅനിൽ ഹുസ്ന എന്ന് മാറുന്നുണ്ട്. അത് നമ്മൾ പഠിക്കാണ്ട് കേട്ടോ, ഇപ്പം നമ്മൾ ബേജാറാവേണ്ട ആവശ്യമില്ല. അത് നോക്കൂ നിങ്ങൾ, ചേർത്തിട്ടാണ് എഴുതിയത്, ഇവിടെ ചേർത്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. നേരെ മറിച്ച് സ്വാലിഹൻ എന്ന് പറഞ്ഞുകൊടുത്ത് മാറ്റിയിട്ടാണ് എഴുതിയിട്ടുള്ളത്, ലേശം ഒന്ന് മാറ്റിയിട്ടുണ്ട്. അത് അലാമത്തുകളാണ്, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഉള്ള അലാമത്താണ് ആ ഒരു തൻവീൻ രണ്ട് രീതിയിൽ എഴുതുന്നത്. ഓക്കെ, ഇപ്പോ രണ്ടാമത്തെ يمحق الربا ويربي الصدقات والله لا يحب كل كفار أثيم. كفار راء تنوين بالكسرة مظهرة قبل ഹംസിൽ മഫ്തൂഹ, അങ്ങനെയാണ് ഇനി പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ, അത് അങ്ങോട്ട് എത്തുന്നുള്ളൂ. റാ തൻവീൻ ബിൽ കസ്ര മുറക്കക, റിൻ എന്നാണല്ലോ, റിൻ എന്നുള്ള ശബ്ദം വരുന്നത് കൊണ്ട് റാ തൻവീൻ ബിൽ കസ്ര മുറക്കക.
പിന്നെ മുൽഹറ ഖബ്ലൽ ഹംസിൽ മഫ്തൂഹ കഫാരിൻ അസീം. അവിടെ ആ റാ തൻവീൻ ബിൽ കസ്റ നോക്കൂ, രണ്ടെണ്ണം ഇങ്ങനെ അടുപ്പിച്ച് എഴുതി. വല്ലാഹു എന്നുള്ള മുതൽ ഓതോ? ഏ വല്ലാഹു എന്നുള്ള വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം. കഫാരിൻ അസീം. ഓക്കെ, ഹംസയാണ്. നിങ്ങൾക്ക് ഹോംവർക്ക് ഉണ്ട് ഇതിൽ, ഞാൻ അവസാനം തരാം കേട്ടോ. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാനൊരു ചാർട്ടായിട്ട് തന്നെ നിങ്ങൾക്ക് തരും. നിങ്ങൾ ചാർട്ട് ആക്കിയിട്ട് എഴുതിയാൽ മതി. ഒരു ചാർട്ടൊക്കെ ഉണ്ട് ഇതിൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പം ഹംസയുടെ ഒരു ഉദാഹരണമാണ് നമ്മൾ കാണിച്ചത് കേട്ടോ സൂറത്തിന്. സാറേ ഒരു സംശയം. ആ ചോദിച്ചോ. ജസാനിൽ ഹുസ്ന എന്ന് പറയുന്നില്ല, ആ, ഒരു അഡീഷണൽ മുന്നിൽ കൊടുക്കുന്നത്, അത് ആ നിയമം എന്താണ്? ജസാഅനി എന്നാക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് അല്ലേ? അതെ അതെ. ആ ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ കസ്റ നൽകുന്നതും അതേപോലെ കളയപ്പെടുന്നു. നേരത്തെ ഒരു യാമത് കളഞ്ഞില്ലേന്ന് ചോദിച്ചില്ലേ? ഒരു തഹരീക്ക് ഹദഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക്, വലിയൊരു ടോപ്പിക്ക്, ചെറിയ ടോപ്പിക്കാണ് എന്നാലും വലിയ ടോപ്പിക്ക് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. തഹരീക്ക് ഹദഫ് എന്നാണ് പറയുക. തഹരീക്ക് എന്ന് പറഞ്ഞാൽ ഹർക്കത്ത് നൽകുക, ഹദഫ് എന്ന് പറഞ്ഞാൽ കളയുക. ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളിത് പഠിക്കാം. ഓക്കെ ജസീർക്ക, ഓക്കെ ഓക്കെ. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് മനസ്സിലായിക്കോളൂ. അത് നമുക്കൊരു ഇതായിട്ട് വിഷയമായിട്ട് പഠിക്കുന്ന സമയത്ത് ഒന്നും കൂടി ക്ലിയർ ആവും ഇൻഷാ അല്ലാ. ഓക്കെ, അടുത്തത് ഹാ നോക്കാം നമ്മൾ. നിങ്ങളാരെങ്കിലും പാരായണം ചെയ്തോളൂ നാള്. ഞാൻ പാരായണം ചെയ്യുന്ന കട നല്ലതല്ലേ? ഒരാൾ പാരായണം ചെയ്തോളൂ ഇത്. ഇല്ലേ ഞാൻ പാരായണം ചെയ്യാം. ഓക്കെ, ആരും പാരായണം ചെയ്യുന്നുണ്ട്, ഞാൻ തന്നെ പാരായണം ചെയ്യാം. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. കാഫിൻ എന്നുള്ള തൻവീന് നിങ്ങൾ നോക്കൂ, അതിന് ശേഷം ഐനാണ് വന്നത്. അപ്പം തന്നെ അത് ഓടുക. ആ ഫാന് തൻവീൻ ബിൽ കസ്റ ചേർത്തിട്ടാണ്. ശേഷം എന്തായാലും എന്താണ്, തൊണ്ടയുടെ ഏതെങ്കിലും ഒരു ഹർഫായിരിക്കും. അതുകൊണ്ട് അവിടെ ഇൽഹാറാണ്. പിന്നെ നമ്മൾ മെറ്റയിലെ നോക്കി ചിന്തിക്കേണ്ട ആവശ്യമില്ല, അലാമത്ത് അറിയുന്ന ആൾ ആണെങ്കിൽ. അപ്പോൾ അലൈസല്ലാഹു ബികാഫിൻ അബ്ദ ويخوفونك بالذين من دونه ومن يضلل الله فما له من هاد. من هاد ومن يضلل الله فما له من هاد. ഓക്കെ, മിൻ നൂനുസാക്കിന. നിയമങ്ങൾ തഹജ്ജൊക്കെ നമുക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം 6 കഴിഞ്ഞതിന് ശേഷം പറയാം കേട്ടോ. ഓക്കെ, വയഖൂലുല്ലദീന കഫറൂ ലൗലാ ഉൻസില അലൈഹി ആയത്തും മിർ റബ്ബി ഇന്നമാ അൻത മുൻസിർ ولكل قوم هاد. വലിക്കുല്ലി കൗമിന്ന് നീട്ടേണ്ട, മണിക്കേണ്ട, ഒന്നുമില്ല. കൗമിൻ ഹാദ് വലിക്കുല്ലി കൗമിൻ ഹാദ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ഐനാണ്. യാ ബനി എന്നുള്ളത് 2 ഹർക്കത്ത് നീട്ടിയാ പോലെ ഇവിടെ ആ 2 നീട്ടാം, 4 നീട്ടാം, 6 നീട്ടാം. എങ്ങനെയും ഒരു റൂള് നമ്മൾ പഠിക്കാനുണ്ട്. അത് 6 ദീർഘം വരെ പോകാം. അപ്പോൾ നമ്മൾ പാരായണത്തിൻ്റെ ഭംഗി കൂട്ടാൻ ഒരു ഏറ്റവും വലിയൊരു സംഭവമാണ് പിന്നെ മദ്, അതേപോലെ ഷദ്, ഗുന്ന, വഖഫ്. ഇതൊക്കെ പാരായണത്തിൻ്റെ മാധുര്യത്തെ മാറ്റിമറിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതിനെ നമ്മൾ പരമാവധി ഉപയോഗിക്കണം. കൗമിൻ ഹാദ് എന്ന് പറയുന്നതും നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടിങ്ങിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വഖഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ റബ്ബിന് ഇഷ്ടം എന്താണ്? നിങ്ങളുടെ ശബ്ദം കൊണ്ട് നിങ്ങളുടെ ഖുർആനിനെ മനോഹരമാക്കുക എന്നാണ് ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? പരമാവധി നമ്മളുടെ, ചില ആൾ പറയും എൻ്റെ ശബ്ദം കേൾക്കാൻ ഭംഗിയില്ല, ഒക്കെ വെറുതെ പറയാണ്. നിങ്ങളുടെ ഖുർആൻ ആര് ഓതിയാലും അതിന് അതിൻ്റേതായ ഒരു ഭംഗി ഉണ്ടാവും.
അതിന് നമ്മൾ അതിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് കൃത്യമായിട്ട് പാരായണം ചെയ്യുമ്പോൾ ഒരു ഭംഗി വേറെ തന്നെ വരാനുണ്ട്. ഏത് പിന്നെ ഇല്ലാത്ത ആളാണെങ്കിലും ശബ്ദമില്ലാത്ത ആളാണെങ്കിലും അതിൻ്റെ നിയമങ്ങൾ ഗുന്ന മദ് ഇതൊക്കെ നീട്ടി കുറുക്കി ഓതുമ്പോൾ പാരായണത്തിൻ്റെ ശൈലി തന്നെ മാറും. അപ്പോൾ മദ് കൊടുക്കുക, ഗുന്ന കൊടുക്കുക, അതേപോലെ വഖഫിനെ ശ്രദ്ധിക്കുക, അതൊക്കെയാണ് പാരായണത്തിൻ്റെ മാറ്റ് കൂട്ടുന്ന കാര്യങ്ങൾ. അള്ളാഹുവിന് ഇഷ്ടം ഏറ്റവും മനോഹരമായിട്ട് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ ഈ പഠനത്തിൻ്റെ ലക്ഷ്യവും അതാണ്, മനോഹരമാക്കുക. പാട്ടുപാടുക എന്നുള്ളതല്ല, ഒരിക്കലും അതല്ല കേട്ടോ. പാട്ടുപാടുക എന്നൊന്നല്ല, ഖുർആനിനെ നമ്മളെ ശബ്ദം കൊണ്ട് ഏറ്റവും ബെസ്റ്റായിട്ട് പാരായണം ചെയ്യാൻ കഴിയുന്നത്. അത് പല ആളുകളും ചില ആളുകളുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പാറപ്പുറത്ത് ഉരട്ടുന്ന മാതിരിയാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. അതിനൊരു മനോഹാരിത ഉണ്ട്. അത് ആ ശബ്ദത്തിന് ചില ആളുകൾ ആ ഒരു ബോൾഡ് സൗണ്ടുള്ള ആൾക്കാരൊക്കെ പാരായണം ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ് കേൾക്കാൻ. അവർ വിചാരിക്കും എൻ്റെ ശബ്ദം രസമില്ല എന്ന്, വെറുതെ വിചാരിക്കുക. അതൊക്കെ നല്ല രസമാണ്. അപ്പോൾ യാ ബനി ഇസ്രായില നൂനുസാക്കിന യാ ബനി, ഇപ്പോൾ യാ ബനി ഇസ്രായില എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റി, യാ ബനി ഇസ്രായില എന്ന് എനിക്ക് പാരായണം ചെയ്യാം. അതാണോ യാ ബനി ഇസ്രായില അദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, അങ്ങനെ പാരായണം ചെയ്യുന്നതാണോ? അല്ലെങ്കിൽ ഇസ്രായില എന്ന് അല്ല, യാ ബനി ഇസ്രായില എന്ന് ഓതുന്നതാണോ? രണ്ടും രണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് മദ് കൊടുക്കുക നിയമപരമായിട്ട് രണ്ട്. ഇപ്പം ഇവിടെയൊക്കെ പിന്നെ ഇമാമുമാർ പാരായണം ചെയ്യുമ്പം മദ് മുൻഫസിലാണല്ലോ. അപ്പോൾ യാ ബനി ഇസ്രായില എന്നുള്ള മുൻഫസിലാണല്ലോ, അത് 2 4 ഒക്കെ ആക്കാം. അപ്പോൾ 2 4 5 ആക്കാമല്ലോ. അപ്പോൾ ഇവിടെ പാരായണം ചെയ്യുന്ന മിക്ക ആൾക്കാരും യാ ബനി ഇസ്രായില എന്നാണ്, അതായത് മുൻഫസിൽ 2ആയിട്ടാണ് അധികം ആളുകളും പാരായണം ചെയ്യുന്നുള്ളത്. അപ്പോൾ അത് നമ്മളുടെ ഒരു ഇതിനനുസരിച്ച്. പക്ഷെ നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് മദ്ദുള്ളത് മദ് കൊടുത്ത് തന്നെ പാരായണം ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. أنعمت نون الساكنة مظهرة. പിന്നെ ഇവിടെ നോക്കൂ നിങ്ങൾ, ഫദ്ദൽതുക്കും അലാ എന്നാണ്, അവിടെ യാ കളയപ്പെടുന്നുണ്ട്. അതും മറ്റേതും ഒരേ സംഭവം തന്നെയാണ്. ഒന്ന് കളയപ്പെടുകയാണ്, ഒന്ന് കസ്ര നൽകപ്പെടുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പഠിക്കാം. അതിൻ്റെ നിയമവും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇവിടെ അങ്ങനെ തന്നെ യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. ഇന്നല്ലാഹ സമീഉൻ അലീം. ഐൻ തൻബീൻ ബിൽ ലമ്മ, ശേഷം ഐനും വന്ന്, അപ്പോൾ എന്താണ് അവിടെ ഇൽഹാറാണ്. അടുത്തത് വേറൊരാൾ ആരെങ്കിലും ഒരാൾ ജസീർക്ക പാരായണം ചെയ്തോളി. ഞാൻ പേര് വിളിക്കുക, ചെറിയ ആയത്താണ്. ഫസല്ലി ലിറബ്ബിക വൻഹർ. വൻഹർ. ഓക്കെ, നൂനു സാക്കിനയ്ക്ക് ശേഷം തൊണ്ടയുടെ അക്ഷരമായ ഹ വന്നു കേട്ടോ. ഓക്കെ, അടുത്തത് ഡോക്ടർ പാരായണം ചെയ്തോളൂ. ഫളലം മിനല്ലാഹി വനിഅമത വല്ലാഹു നിഅമതന ഫളലം. താ കൂട്ടിക്കെട്ടിയ താവിന് എന്തോ പ്രത്യേകത ഇല്ലേഞ്ഞോ വഫ് ചെയ്യുമ്പോ? നിയമത്ത ഞാൻ ഓതി. നിയമത്താന്നാണോ കൂട്ടിപ്പെട്ടിയ താവ് വഫ് ചെയ്യുമ്പോ എന്തായിട്ട് മാറുമായിരുന്നു? സാക്കിന. അപ്പൊ ഒന്ന് പരീക്ഷയ്ക്ക് എഴുതില്ലേ നിങ്ങൾ? എഴുതില്ലേ? എന്നിട്ട് ഇവിടെ തെറ്റിക്കാണ് പഠിച്ചോനെ. അരമണിക്കൂറായിട്ട്. ഓക്കെ, വല്ലാഹു അലീമുൻ ഹകീം. ഓക്കെ. ഫളിലെന്ന് പറയുമ്പോൾ ഇറങ്ങിയിട്ട് നാവ് എവിടെ മോണമല് എവിടെയൊക്കെ പോയി തട്ടുണ്ടല്ലോ. ദ്വാദാണ് ഫദ്ല, നാവിന്റെ അരുനീളം. ഫദ്ലം മിനല്ലാഹി വനിഅമ വല്ലാഹു അലീമുൻ ഹകീം. ക്ലിയർ അല്ലേ?
ക്ലിയർ ആണ്. ഓക്കെ, അടുത്തതിൽ ഫദ്ലൻ മിനല്ലാഹി ഓക്കെ വനിഅമ. ഓതണോ? വേണ്ട വേണ്ട വേണ്ട. ഓക്കെ ഓക്കെ. അടുത്തത് പെണ്ണുങ്ങളിൽ നിന്ന് ആരോ ഒരാൾ പാരായണം ചെയ്തോളൂ എന്നാല്. പെട്ടെന്നായിക്കോട്ടെ, നിങ്ങൾ തേജൊക്കെ പറയണ്ടേ. ഇതിന് പോയത് കുറച്ച് നോക്കിയില്ല. അഷ്റഫ് فسينغضون إليك رؤوسهم ويقولون متاه قل عسى أن يكون قريبا. വെരി ഗുഡ്, അൽഹംദുലില്ലാ. അവിടെ എവിടാണ് ഈ നൂനു സാക്കിന ഇൽഹാർ വന്നിട്ടുള്ളത്? ينغضون ഫസയുൻഗിദൂന, അവിടെയാണ് അത് വന്നിട്ടുള്ളത്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാ. ഓതാ. استقاموا على الطريقة لاستقيتم لأسقيناهم لأسقيناهم ماء غدقا. ماء غدقا, അവിടെ ഓക്കെ, ചെറിയ ലെറ്റർ ആയിട്ടായിരിക്കും, മൊബൈലിൽ കാണാത്തതായിരിക്കും. ഓക്കെ, അവിടെ ഐൻ തൻവീൻ ഹംസ, അതെ അതെ, ഹംസ തൻവീൻ ബിൽ ഫത ഖൈൻ, അപ്പോൾ ഖൈനായി. ഇനി ഏതാ ഉള്ളത്? ഒക്കെ കഴിഞ്ഞില്ലേ? ഓക്കെ, ഇനി ഒന്നും കൂടി ഉണ്ട്, ഹ ആണ്. ഞാനിതിൻ്റെ പാരായണം ചെയ്യാനും പാരായണം ചെയ്യാത്തോ. فسقى لهما ثم تولى إلى الظل فقال رب إني لما أنزلت إلي من خير فقير من خا. അടുത്തത് قالوا تلك إذا كرة خاسرة قالوا تلك إذا كرة خاسرة. ഓക്കെ ഓക്കെ, ഇത് അതേ വേറെ ഒരു ആയത്താട്ടോ. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ വലഹും അദാബുൻ അദീം. നോക്ക, തഹജില്ലേ? അതാ തഹജി. വയൻ ഔന നൂനു സാക്കിന മുദ്ഹറ ഖബ്ലൽ ഹംസിൽ മഫ്തൂഹ. നൂനു സാക്കിന സുക്കൂനുള്ള നൂന് ഇൽഹാറാണ്. ഖബ്ല ശേഷം ആര് വന്നിട്ടുണ്ട്? ഹംസൽ മഫ്തൂഹ. ഫത്ഹ നൂനു സാക്കിന മുൽഹറ ഖബ്ല ഹംസിൽ മഫ്തൂഹ. ഫത്ഹയുള്ള ഹംസ വന്നതു ശേഷം ഫത്ഹയുള്ള മുമ്പിൽ ഖബ്ല എന്ന് പറഞ്ഞാൽ മുമ്പിൽ ശേഷം ഒന്ന് എങ്ങനെയാണെന്ന് നിങ്ങൾ കണക്കൂട്ടാം. നൂനു സാക്കിന മുൽഹറ, ഈ നൂനു സാക്കിന ഇൽഹാറാണ്. ശേഷം എന്താണ്? നൂനു സാക്കിനക്ക് ശേഷം ആര് വന്നിട്ടുണ്ട്? ഫത്ഹയുള്ള ഹംസ വന്നിട്ടുണ്ട്. അതിൻ്റെ തഹജിയാണ് കേട്ടോ. ഓക്കെ, ഈ നൂനു സാക്കിനയിൽ എന്താ സംശയം ഉണ്ടോ? യൻഹൗന, നൂനു സാക്കിന മുൽഹറ ഖബലൽ ഹ ഇൽ മഫ്തൂഹ. നേരത്തെ ഹംസ ആയിരുന്നു, ഇപ്പോൾ ഹ ആണ്. യൻഹൗന, യൻഔനയും യൻഹൗനയും. ക്ലിയർ? ഇനി നിങ്ങൾ നോക്കൂ, ഇങ്ങനെ ഒരു ചാർട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള ഹോംവർക്ക് കുറേ ആയിട്ട് തന്നിട്ടില്ലായിരുന്നു. നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യലുമില്ല. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഹുറൂഫുൽ ഇൽഹാർ നൂനു സാക്കിന വൻ തൻവീൻ 6 അക്ഷരങ്ങൾ. മാ നൂനു വ കലിം ഒരു കലിമയിൽ വരുന്നതാണ്. വയൻ ഔന വയൻ ഹൗന അൻഅംതു അൻഅംത വൻഹർ ഫസയുൻഗിദൂന വൽ മുൻഖനിഖതു. ഇതൊക്കെ നമ്മൾ അവിടെ പറഞ്ഞതാണ്. 2 എണ്ണമായിട്ട് വരുന്നത്. നൂനു സാക്കിന രണ്ട് കലിമത്തിൽ വരുന്നത്. ഫമൻ അടുത്ത വാക്ക് അസ്ലമ എന്നുള്ളത്. ഓക്കെ, രണ്ടാമത്തേത് തൻവീനായിട്ട് ബന്ധപ്പെട്ടത്. ഞാൻ വേഗം ഫാസ്റ്റ് അടിക്കുന്നത് നിങ്ങൾക്കുള്ള ഇത് ഇങ്ങനെയാണ്. ഇത് നോക്കൂ, കണ്ടില്ലേ? ഇതാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. ഹുറൂഫുൽ ഇൽഹാറിൻ്റെ അക്ഷരം ഹംസ, ഹ, ഐൻ, ഹ, ഐൻ, ഹ. ഇപ്പം ഇങ്ങനെ ചാർട്ടായിട്ട് എഴുതുക. ഹുറൂഫുൽ ഇൽഹാർ, പിന്നെ മാ നൂനു ഫി കലിമി. നൂനു സാക്കിന
ഒരു വാക്കിൽ വരുന്നത്, സുക്കൂനുള്ള നൂനിന് ശേഷം തൊട്ടടുത്ത് തന്നെ ഒരു വാക്കിൽ നൂനും സാക്കിനെയും തൻവീനും സംഭവിക്കുന്ന അതിൻ്റെ ഉദാഹരണം ഹംസക്കും ഹാനും ഐനും ഒക്കെ ഉദാഹരണം എഴുതാം. രണ്ടാമത്തേത് മാ നൂന് ഫി കെലിമത്തൈൻ, രണ്ട് വാക്കിൽ, അതായത് നൂന് സാക്കിന് ഒരു വാക്കിലും തൊട്ട ശേഷം വരുന്ന വാക്കിൻ്റെ തുടക്കത്തിൽ ഹംസയും വരുന്നത്. ആ കേസ് എന്ത് ചെയ്യുക, അടുത്ത കോളത്തിൽ എഴുതുക. നൂനു സാക്കിന, രണ്ട് നൂനു സാക്കിനാണ് കേട്ടോ. ഒന്ന് ഒരു വാക്കിൽ വരുന്നതും രണ്ട് വാക്കിലായിട്ട് വരുന്നതും, രണ്ടും പിരിഞ്ഞ് വരുന്നതും. മൂന്നാമത്തേൽ ഉണ്ടാകും തെൻവീനിന് ശേഷം, അത് ഹംസ, തെൻവീനിന് ശേഷം ഹംസ വരുന്നത്, ഹ വരുന്നത്, ഐന് വരുന്നത്, ഇങ്ങനെ. ക്ലിയർ ആണോ? ഇതിപ്പോ മുന്നേ തന്ന ചാർട്ടിൽ നിന്നാണോ എടുക്കേണ്ടത് അതോ വേറെ കണ്ടെത്ത്? അത് നിങ്ങൾ എഴുതാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഹോംവർക്ക് തരുന്നത്? അല്ല, അത് നമ്മള് വേറെ ഖുർആനിന്ന് കണ്ടെത്തിയാ മതി അല്ലേ? പിന്നെ അതെല്ലാം ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ. ഞാൻ കണ്ടെത്തിയത് നിങ്ങൾ എഴുതി കൊണ്ടുവന്ന രസമില്ല. നിങ്ങൾ കണ്ടെത്തണം പുതിയ വാക്കുകൾ. ഓക്കെ, ഒരാഴ്ച സമയമുണ്ടല്ലോ, അപ്പോൾ ഇരുന്ന് അയച്ചാൽ മതി. ആകെ പിന്നെ 6 ഹർഫിന് ഓരോ വാക്കുകൾ കണ്ടെത്തിയാൽ മതി. 6 ഹർഫുകളല്ലേ. കുറച്ച് നേരം ഒന്ന് ഖുർആൻ നമ്മൾ രാവിലെ ഒക്കെ ഒന്ന് വായിക്കുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഇതും കൂടി ഒന്ന് മൈൻഡിൽ വെച്ചിങ്ങനെ ഓദ്യാം. അപ്പോൾ കിട്ടുമ്പോൾ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ട് എഴുതി വെച്ചാൽ മതി, കുഴപ്പമില്ല. മറ്റേതൊന്ന് കാണിക്കാൻ ഞാൻ എന്താ നിങ്ങൾ അത് എഴുതിക്കാളും, അതുകൊണ്ടാണ് ഞാൻ അത് വേഗം ഫാസ്റ്റ് അടിച്ച് പോന്നാൽ. സംഭവം മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വരയ്ക്കുക. എന്നിട്ട് ഹുറൂഫുൽ ഇൽഹാർ എന്ന് പറഞ്ഞിട്ട് ഒരു കള്ളിയിൽ ഹംസ ഇതിങ്ങനെ വരച്ച് ചെയ്താൽ അത് ചെറിയൊരു കള്ളിയാക്കിയാൽ മതി. പിന്നെ മാ നൂനു ഫി കലിമ, ഒരു വാക്കിൽ നൂനു സാക്കിന ഒരു വാക്കിൽ വരുന്നത്, പിന്നെ 2 വാക്കിൽ വരുന്നത്, പിന്നെ തെൻവീൻ. അത് സിമ്പിളാണത്. നിങ്ങൾ ഏതെങ്കിലും ഒരാഴ്ചയിൽ ഏതെങ്കിലും ഒന്ന് വായിക്കുമ്പോൾ സൂറത്ത് യാസീൻ തന്നെ വായിച്ചുകൊണ്ടിരുന്നാൽ അതിൽ തന്നെ കിട്ടും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇരുന്ന് കയറിപ്പോൾ നാളെ പിന്നെ വെള്ളിയാഴ്ചയാണ്, അപ്പോൾ നമ്മൾ പിന്നെ അൽക്കഫ് ഓതുന്ന സമയത്ത് അതിൽ തപ്പി പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മതി, ഒന്നും കുഴപ്പമില്ല, കാര്യമില്ല. ഓക്കെ, ഇതാ ഒന്നും കൂടി മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. സുക്കൂനുള്ള നൂനിന് ശേഷം തൊണ്ടയുടെ അക്ഷരം ഒരു വാക്കിൽ വന്നതിന് ഉദാഹരണം എഴുതുക. സുക്കൂനുള്ള നൂനിന് ശേഷം തൊണ്ടയുടെ അക്ഷരം ഒരു വാക്കിൽ 2 വാക്കിൽ വന്നതിന് ഉദാഹരണം എഴുതുക. തൻവീന് ശേഷം തൊണ്ടയുടെ അക്ഷരം വന്നതിന് ഉദാഹരണം എഴുതുക. തൊണ്ടയുടെ അക്ഷരം എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് കാണുന്ന ഹംസക്ക് ആണ്, ഹംസൻ്റെ നേരെ ഹംസക്കുള്ള ഉത്തരം, അങ്ങനെ എഴുതുക കേട്ടോ. ഓക്കെ, ഇന്ന് ഇത്രയേ ഉള്ളൂ. പിന്നെ ഇന്ന് നമ്മൾ നൂനു സാക്കിന എന്നൊരു പുതിയ ടോപ്പിക്കിലേക്ക് കടന്നിട്ടുണ്ട്. നൂനു സാക്കിനൻ്റെ 4 നിയമങ്ങളിൽ ഒരു നിയമം ഇന്ന് നമ്മൾ പറഞ്ഞു. സംശയങ്ങൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടാവുമല്ലോ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിലോ ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൈകാര്യം ചെയ്യാം. പിന്നെ അടുത്ത ആഴ്ച ഇതേപോലെ ഇൻഷാ അല്ലാഹ് കുറച്ച് കുറച്ചും കൂടി റിവിഷൻ, ലേശം കൂടി ഒരു ബാക്കിയുണ്ട് റിവിഷൻ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്യും. അപ്പോൾ അതേപോലെ ഒരു 10 റിവിഷൻ ചോദ്യങ്ങൾ ഉണ്ടാവും. ഓരോ വിളിച്ച് പറയുന്ന ഇതിൽ നിന്ന് മാറിയിട്ട് എല്ലാവരും ഉത്തരം എഴുതട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒരു 10 ചോദ്യം, ചിലപ്പോൾ അടുത്ത ആഴ്ച 5 ചോദ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ആരും കയറാണ്ടക്കണ്ട. എന്നൊക്കെ വളരെ കുറവാണ് ആൾക്കാർ, എല്ലാവരും ഇവിടെ പോയി എന്നറിയില്ല. അപ്പോൾ ഇങ്ങനെ പരീക്ഷ ആകുമ്പോഴത്തേനൊക്കെ ഇങ്ങനെ കുറഞ്ഞ് പോകുന്നുണ്ട്. അല്ലെങ്കിൽ മനസ്സിലാവായിട്ടാണോ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അതൊക്കെ പറയണം. ഗ്രൂപ്പിൽ ഞാനത് മെൻറ്റേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ക്ലാസ് എടുക്കുന്നതിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം. വേറെ എന്തെങ്കിലും പ്രയാസമെങ്കിൽ അത് നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം. കാരണം നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും അതേപോലെ ഒരുപാട് മെൻറ്റേഴ്സും നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ആയിട്ടുള്ളത്. അപ്പം നമുക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ, കാരണം ഇവിടെ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, പറഞ്ഞിട്ട് ഒരു പ്രയാസമില്ല. കാരണം ഞാനും ഇതിൻ്റെ ബാക്കിലുള്ള ആൾക്കാരൊക്കെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, അതിൽ കവിഞ്ഞൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. കാരണം ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടേണ്ടത് നാളെ പരലോകത്ത് വെച്ചിട്ടാണ്. അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ശ്രമത്തിൻ്റെ പ്രതിഫലം നാളെ പരലോകത്താണ് ഞാനൊക്കെ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ, നിങ്ങളും അങ്ങനെ തന്നെയാണ്, അങ്ങനെയാണല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് പിന്നെ എന്താ പറയുക, ഡ്യൂട്ടി കഴിഞ്ഞുള്ളതും മറ്റോരും ഇപ്പോൾ വീട്ടിലൊക്കെ പിന്നെ പിയാപ്പിളാർ ദേഷ്യം പിടിക്കുന്നവരുണ്ടാവും. കാരണം ഭക്ഷണം ചില സമയത്ത് ഭക്ഷണം രാത്രിയുടെ 8:30-10 മണി എന്ന് പറഞ്ഞാൽ ഒരു പീക്ക് ടൈമാണ് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവരൊക്കെ ഒരു പ്രയാസപ്പെട്ടിട്ട് നിൽക്കുകയാണ്. അവിടെയൊക്കെ നമ്മൾ ഉദ്ദേശം എന്താണ്, പഠിച്ചവൻ്റെ കലാം ഏറ്റവും നല്ല രീതിയിൽ പാരായണം ചെയ്തിട്ട് എന്താ പറയുക, അതിൻ്റെ പ്രതിഫലം മുഴുവൻ കിട്ടണമെന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും എൻ്റെ അടുത്തുനിന്നോ മെൻറ്റേഴ്സിൽ നിന്നോ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മടിയും കൂടാതെ നിങ്ങൾ പറയണം. പറയാതെ നിന്ന് കഴിഞ്ഞാൽ എന്താണ്,
നമുക്ക് അറിയില്ലല്ലോ ഒന്ന് എന്താണ് വിഷയം എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അത് നിങ്ങളെ മെൻറ്റേഴ്സിനോട് പറയാം, എന്നോട് പറയാം, അബുക്കാക്കനോട് പറയാം. നമ്മുടെ മൊത്തത്തിലുള്ള പിന്നെ കോർഡിനേറ്ററാണ് അബുക്ക എന്ന് പറയുന്നത്. അബുക്കാക്കനോട് നിങ്ങൾക്ക് പറയാം. ആരോടും നിങ്ങൾ ആരെങ്കിലോടും പറയണോ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ. പറയാൻ നിന്ന് കഴിഞ്ഞാലും ഒന്നും അറിയില്ല. ഇപ്പോൾ നേരത്തെ പിന്നെ പേരിനോട് മറന്നുപോയി, പറഞ്ഞു മലയാളത്തിൽ പറഞ്ഞാൽ നല്ലതാണ് എന്ന് പറഞ്ഞു. മലയാളത്തിൽ ഒരു സാങ്കേതികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് മലയാളത്തിൽ ഇത് അങ്ങോട്ട് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നത്. അപ്പോൾ അതിന് ബെറ്റർ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംശയം എന്താണ് മലയാളത്തിൽ ഇതെന്താണെന്ന് അറിയാത്തതുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് അത് ഇങ്ങോട്ട് അയച്ചിട്ട് ഇതിൻ്റെ ഒന്ന് മലയാളം പറഞ്ഞു തരുമെന്ന് പറഞ്ഞാൽ അതിലേക്ക് പറഞ്ഞു തരാവുന്നതാണ്. കാരണം നമ്മൾ പഠിക്കാൻ വേണ്ടിയില്ല. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ വാക്കുകളൊന്നും നമുക്കറിയില്ല. പുതിയ ഹംസത്ത് വസ്ലിൻ തസ്കുത്ത് വസ്ലിൻ ഞാൻ ബേജാറായിട്ട് ഇരുന്ന് ഇതിപ്പോൾ എങ്ങനെ പഠിച്ചോനെ പഠിക്കുക, എന്താണിതിപ്പോൾ തല തിരിഞ്ഞു പോയ അത് ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒരു മദ്ദുണ്ട്, ആ മദ്ദ് എത്ര പഠിച്ചിട്ടും തിരിയാത്തൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാനെന്താ ചെയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ മലയാളത്തിൽ അറിയുന്ന രീതിയിൽ നമ്മൾ, കാരണം നമ്മൾ പഠിക്കുന്ന നമ്മളെ ബുക്കാണ്, നമ്മൾ പഠിക്കുന്നതാണ്, നമുക്ക് അറിയുന്ന ഭാഷ മലയാളമാണ്. പിന്നെ ഇംഗ്ലീഷ് അറിയുന്ന ആൾ ഇംഗ്ലീഷിൽ നമുക്ക് അവിടെ എഴുതി വെക്കാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. അപ്പോൾ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടാത്തത്, എന്തെങ്കിലും അർത്ഥം കിട്ടാത്തതോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെടാം, ഒരു കുഴപ്പമില്ല. എപ്പോഴും ഓൾവേസ് വെൽക്കാണ്. അപ്പം ഞാൻ തിരക്കിലാവുമ്പോൾ ചിലപ്പോൾ പിന്നെ എന്താ പറയുക ഇല്ലെങ്കിലും ഞാൻ പറയും ഇങ്ങനെ തിരക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ പറയുക അത് ക്ലിയർ ചെയ്ത് തരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ ഇരുട്ടത്തെ പഠനത്തൊക്കെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈ ഒരു സമയം അത് അള്ളാഹു പരലോകത്ത് ഒരുപാട് ഹൈറ് നൽകുന്ന സമയമാക്കി മാറ്റി തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ നമ്മുടെ ഗ്രൂപ്പിലുള്ള രണ്ടാൾക്കാരുടെ പിന്നെ വേണ്ടപ്പെട്ടവർ ഹോസ്പിറ്റലിലും വീടുകളിലുമൊക്കെ ആയിട്ട് പ്രയാസത്തിലാണ്. നിങ്ങളെ പ്രാർത്ഥനയിലുണ്ടാവുക. അള്ളാഹു അവർക്ക് എളുപ്പത്തിൽ ശിഫ നൽകട്ടെ, പ്രയാസങ്ങളൊക്കെ അള്ളാഹു എളുപ്പത്തിൽ നീക്കി കൊടുക്കട്ടെ. അതേപോലെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ നമുക്ക് വേണ്ടപ്പെട്ടവർ അള്ളാഹു അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയൊക്കെ അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله. وعليكم السلام ورحمة الله